stylish, guys. For every style, there is a Celerio. ബിന്ദു പത്മനാഭൻ തിരോധാന സമിതി നേതാവ് രൂപേഷ് കേരളയ്ക്ക് വിടും. രൂപേഷ്, നേരത്തെ പറഞ്ഞ പല വിഷയങ്ങളുണ്ട്. ഇതിനകത്ത് ശ്രീ ജോർജ് ജോസഫ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതിനകത്ത് പലപ്പോഴും അട്ടിമറി നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ നിങ്ങളും അത് പറയുന്നു. അപ്പോഴും നേരത്തെ ശ്രീ ഹരിദാസു പറഞ്ഞതുപോലെ ഒറ്റയ്ക്ക് ഒരാൾ നടത്തിയ കൊടും ക്രൂരതകൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് കാണാതായ ബിന്ദുവും അതോ മറ്റു പലരും ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഈ തിരോധാന സമിതി ഈ ആവശ്യവുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പുറത്തുള്ള ഒരു ഫോഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ ഒരു സാന്നിധ്യം ഇതെപ്പോഴെങ്കിലും തോന്നിയിരുന്നു? തീർച്ചയായും അത്തരത്തിലൊക്കെയുള്ള ഒത്തിരി വഴികളിലൂടെയാണ് ഞങ്ങൾ കടന്നു വന്നത്. ഞങ്ങൾ 2017 മുതൽ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. നമുക്ക് ഏറ്റവും ഞാൻ നേരത്തെ പറഞ്ഞു വന്നതാണ്, ഇടയ്ക്ക് ബ്രേക്കായി പോയി. 2 ഉന്നത പോലീസ് അധികാരികൾ ഇതിൽ ബന്ധപ്പെട്ടു എന്നുള്ളതാണ്. അന്നിരുന്ന ജില്ലാ പോലീസ് മേധാവി, മറ്റൊരു SP-യും ഇതിൻ്റെ അകത്ത് നേരിട്ട് ബന്ധപ്പെട്ട കാര്യം നമുക്ക് ബോധ്യമുള്ളതാണ്. അതിലൊരാൾ DIG ആയിട്ടാണ് കഴിഞ്ഞിടക്കാണ് റിട്ടയർ ആയത്. നമ്മൾ കേട്ടിട്ടുള്ള മോൻസം മാവങ്കൽ കേസിലൊക്കെ നമ്മൾ അദ്ദേഹത്തിന്റെ പേര് കേട്ടിട്ടുള്ളതാണ്. അപ്പോ ഇത്തരത്തിൽ അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കേണ്ട ആളുകൾ തന്നെ ഇത് അട്ടിമറിക്കാനായിട്ട് കൂട്ടുനിന്നു എന്നുള്ളതാണ്. ഇത്രയും ഈ കാലതാമസം വന്നത് തന്നെ തെളിവുകൾ നശിക്കാനായിട്ട് ഇടയുണ്ടായി. അതൊക്കെ ഈ അന്വേഷണ സംവിധാനങ്ങൾ കൂടി ഇതിന്റെ കൂടത്തിൽ നിന്നപ്പോഴാണ് നമ്മൾ ഈ അന്വേഷണം എങ്ങും എത്താത്ത രീതിയിലേക്ക് പോയത്. 2017 ബിന്ദു കേസിൽ ഈ സ്ഥലം മറച്ചുവിറ്റതും വ്യാജരേഖ ചമക്കലും എന്ന രീതിയിൽ ഒതുങ്ങിപ്പോയി. ബിന്ദുവിനെ കണ്ടെത്താൻ നാളിതുവരെ സാധിച്ചില്ല. ഇപ്പോൾ സ്ഥലപരിശോധനയും ഈ ശാസ്ത്രീയ പരിശോധനകളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അന്ന് ഇത്തരത്തിൽ സ്ഥലപരിശോധന നടന്നില്ല. ശാസ്ത്രീയമായ സംവിധാനങ്ങൾ ഉപയോഗിച്ചിരുന്നെങ്കിൽ അന്നേ അതിനൊക്കെ തെളിവ് കിട്ടുമായിരുന്നു. ഇന്ന് നമ്മൾ ഈ 2024 ഡിസംബറിൽ ജൈനമ്മയെ കാണാതാവുന്ന ആ സംഭവത്തിലേക്കൊന്നും എത്തിച്ചേരത്തില്ലായിരുന്നു. ഇതിലൊക്കെ അന്വേഷണ സംവിധാനങ്ങളുടെ പോരായ്മയാണ്. അവരൊക്കെ ഇത് അട്ടിമറിക്കാൻ നേതൃത്വം കൊടുത്തു. പിന്നെ കൂടാതെ രാഷ്ട്രീയ സ്വാധീനവും ഇതിൽ വന്നിട്ടുണ്ട്. ഇപ്പൊ ഇതില് നമ്മൾ നോക്കേണ്ട മറ്റൊരു കാര്യം, നമ്മുടെ ഒരു അർബൻ ബാങ്കിൽ 1 കോടി രൂപയോളം ഇട്ടിരിക്കുന്നു. CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം പ്രസിഡന്റ് ആയിട്ടുള്ള ബാങ്കാണ്. അവിടെയാണ് 1 കോടിയിൽ പരം രൂപ സെബാസ്റ്റ്യൻ നിക്ഷേപിച്ചത്. ഈ സ്ത്രീകളിൽ നിന്നും തട്ടിയെടുത്ത തുകയാണ്. മറ്റൊരു ബാങ്കിൽ 40 ലക്ഷം രൂപയോളം അദ്ദേഹം നിക്ഷേപിച്ചു. അപ്പൊ ഇതൊക്കെ രാഷ്ട്രീയ സ്വാധീനവും പോലീസ് സ്വാധീനവും ഒക്കെ ഇതിന്റെ ആദ്യഘട്ടം മുതൽ സെബാസ്റ്റ്യന് ലഭിച്ചു. അത് ഈ ഘട്ടത്തിലും ലഭിച്ചിട്ടുണ്ട്. കാര്യം ഇത്തരത്തിൽ ഈ ബാങ്കുകളിലേക്കും മറ്റു കേന്ദ്രങ്ങളിലേക്കും ബിനാമി ഇടപാടുകളിലേക്കും ഒക്കെ ഈ സെബാസ്റ്റ്യന്റെ പൈസ കൈമാറിപ്പോയിട്ടുണ്ട്. അവര് സെബാസ്റ്റ്യന് വേണ്ടി ഈ ഓരോ തലത്തിലും ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെയാണ് ഇത്തരത്തിൽ ഈ വളരെ ദുരൂഹത നിറഞ്ഞ ഈ കേസ് ഒന്നുമാകാത്ത രീതിയിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇപ്പോഴും അസ്ഥികഷ്ണങ്ങളടക്കം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ അത് ബിന്ദുവിന്റെ ആണോ, ഐഷയുടെ ആണോ, ജൈനമ്മയുടെ ആണോ, ഇപ്പൊ ഏറ്റവും അവസാനം സിന്ധു എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ മിസ്സിംഗ് കേസ് കൂടി നമ്മൾ അറിഞ്ഞു. അപ്പോ സിന്ധുവിന്റെ ആണോ എന്നൊക്കെ അറിയണമെങ്കിൽ നമുക്ക് DNA പരിശോധന ഫലം വരണം. പക്ഷെ ഇതൊക്കെ ഈ കാലതാമസം ഉണ്ടായത് കൊണ്ട് തന്നെ ഇനി തെളിവുകൾ കിട്ടുക പാടാണ്. അപ്പൊ ശാസ്ത്രീയമായ അന്വേഷണങ്ങൾ അന്ന് തന്നെ നടത്തിയിരുന്നെങ്കിൽ ഇതിനൊക്കെ നമുക്ക് റിസൾട്ട് ലഭിക്കുമായിരുന്നു. റൈറ്റ്, തീർച്ചയായിട്ടും അങ്ങനെ ശാസ്ത്രീയ പരിശോധനകൾ പോലും കൈവിട്ടു പോയൊരു സാഹചര്യം. ഞാൻ ശ്രീ ജോർജ് ജോസഫ്, ഇപ്പോൾ ഈ പറഞ്ഞു വരുന്നതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ നേരത്തെ ഹരിദാസു പറഞ്ഞതുപോലെ ഉള്ള ഇയാളുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ള കാര്യം, കൂടുതൽ ആൾക്കാർ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടോ, ഒരു സെക്സ് റാക്കറ്റിൻ്റെ ഒരു സൂചന ഇതിനകത്തുണ്ടോ? അങ്ങനെ പല തിരോധാന കേസുകളും ആലപ്പുഴയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രമാദമായിട്ടുള്ള അതുപോലും ഇയാളിലേക്ക് ചേർത്ത് വായിക്കേണ്ട ഒരു സാധ്യതകളുണ്ടോ? ഇയാള് 51 വയസ്സിന് ശേഷം ആയിരിക്കണം ഈ ഒരു മോഡസ് ഓപ്പറാണ്ടി സ്വീകരിച്ചു പോയത്. അതിനു മുമ്പത്തെ കാര്യം, ഞാൻ ക്രൈംബ്രാഞ്ച് സൂപ്പർ കോഡിൽ ഒരു 10-15 വർഷം ഉണ്ടായിരുന്നു. സർക്കിൾ ഇൻസ്പെക്ടറായിട്ട് DYSP ആയിട്ടും സീനിയർ DYSP ആയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അന്ന് കേരളത്തിലെ ടാക്സിക്കാരെ കൊല്ലുന്ന പല കേസുകളും ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങനെ കാറ് തട്ടിക്കൊണ്ട് പോകുന്ന ആളുണ്ട്. അന്ന് ഞാൻ അന്വേഷിച്ച് കണ്ടെത്താത്ത 1-2 വ്യക്തികളുണ്ട്. എനിക്ക് ആളെ മനസ്സിലായിട്ടില്ല ഇന്ന് വരെ. പക്ഷേ ഇപ്പം ഇയാളുടെ പൂർവ്വചരിത്രം നോക്കിക്കഴിയുമ്പോൾ ഞാൻ അന്വേഷിച്ച ആളാണോ ഇല്ലയോ എന്നൊരു സംശയം തന്നെയുണ്ട്. കാരണം അതുകൊണ്ടാണ് ഞാൻ ഈ കേസിൻ്റെ ഓരോ പോലീസ് കണ്ടെത്തുന്ന വിവരങ്ങളൊക്കെ ചേടിച്ച്, കാരണം ഇയാൾ മോഡസ് ഓപ്പറാണ്ടി മാറ്റി. 51 ശേഷം ഇയാൾ പണ്ട് കാറുകാരനെ തട്ടിക്കൊണ്ടുപോയി കൊല്ലുന്ന ആൾ ഇയാൾ തന്നെയാണോ എനിക്ക് വളരെയധികം ആൾക്കാരെ ഞാൻ പിടിച്ചിട്ടുണ്ടെങ്കിലും ഈ കിട്ടാതെ പോയ ഒരാൾ ഇയാൾ തന്നെയാണോ സംശയം. കാരണം
ഇയാൾക്ക് ഒരു അംബാസഡർ വണ്ടിയാണ്, അന്ന് അംബാസഡർ വണ്ടിയാണ് കൂടുതലും മോഷിച്ചുകൊണ്ട് പോകുന്നത്. ഇയാൾക്ക് വേറൊരു കാറുണ്ടായിരുന്നു. ഇയാൾ ഒരു ബസ്സിലെ കണ്ടക്ടറായിട്ടും കിളിയായിട്ടും ഡ്രൈവറുമായിട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. ഇയാൾക്ക് വാഹനത്തോട് വലിയ കമ്പമുണ്ട്. അതിപ്പോഴാണ് മനസ്സിലായത്. അതുകൊണ്ടാണ് ഇയാളുടെ പൂർവ്വചരിത്രം അന്വേഷിക്കണമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിലേക്ക് പോലീസ് വരണം. ഇയാളുടെ ചൈൽഡ്ഹുഡ് മുതൽ ഇയാൾ ഹരിദാസ് പറഞ്ഞ പോലെ ആ വീട്ടിലെ അംഗങ്ങളെ കൊല്ലാനായിട്ട് വിഷം ചേർത്തവനാണ് 17 വയസ്സിൽ. അതൊക്കെ നമ്മൾ ആലോചിക്കണം. അപ്പോൾ അയാളുടെ ആ ഗ്രോത്ത് നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്താണ്. ആ ക്രിമിനൽ സൈഡിലേക്കുള്ള ഗ്രോത്ത് അത്രയും വലിയ ഒരു ക്രിമിനലാണ് ഇവൻ. അതിനൊന്നും മിണ്ടൂല്ല ഇനി ആരുടെ അടുത്ത്. കാരണം അവനറിയാം അവൻ ഇന്ന് വരെ പിടിക്കില്ല എന്ന് കരുതിയിരുന്ന സെബാസ്റ്റ്യൻ, അതിലേക്ക് പോലീസ് വന്ന് നേരത്തെയുള്ള പോലീസിനെ അവൻ പണം കൊടുത്ത് മയക്കി വിട്ടു. അപ്പോൾ അതൊക്കെ അങ്ങ് പോയി കഴിഞ്ഞു. പക്ഷേ ഇപ്പം ഏതായാലും ജയനമ്മയുടെ കൊലപാതകത്തിന് ശേഷം കഥകൾ മാറി. നമുക്ക് എത്രയോ പേരുടെ 4 പേരുടെയെങ്കിലും ഡെഡ് ബോഡിയുടെ അംശങ്ങൾ അവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞു. ഇവൻ ഒറ്റയ്ക്ക് തന്നെ ആയിരിക്കും ചെയ്യുന്നത്. ഇതിനകത്ത് കൂട്ടുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതേസമയത്ത് ഇവനിലേക്ക് അന്വേഷണം വരാൻ സാധ്യതയുള്ള ആൾക്കാരെ ഇവൻ കൊല്ലുകയും ചെയ്യും. അതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ഇത് വളരെ ബ്രോഡായിട്ട് അന്വേഷിക്കേണ്ട കേസാണ്. ഇതുപോലെ ഒരു ക്രിമിനലിനെ കേരളത്തിലേക്ക് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടോ എന്ന് സംശയം തന്നെയാണ്. കാരണം ആ ഓപ്പറേഷൻ രീതിയിലൊരു പെർഫെക്ഷൻ ഉണ്ട് ഇതിനകത്ത്. കാരണം അയാളിലേക്ക് വന്ന് കയറുന്ന അത്രയും 40-നും അല്ലെ 55-നും ഇടയ്ക്കുള്ള സ്ത്രീകൾ അവരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നറിയാം. അവർ ആ സ്ഥലം വിറ്റ പണം കൈ വരുന്ന ദിവസം ഇയാൾ കൊന്നിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. അതായിരിക്കും, അല്ലാതെ മണി ട്രാൻസ്ഫർ ഒന്നും അല്ല അന്ന്. അപ്പോൾ അവരെ കൊന്നിട്ട് ആ കാശ് ഇയാൾ കോപ്പറേറ്റീവ് ബാങ്കിലേക്ക് ഇടുകയാണ്. അപ്പോൾ അവർ സ്ഥലം വിറ്റ് വരുന്ന സന്ദർഭത്തിൽ അവരുമായിട്ട് ഇടപഴകി ആ പണം കയ്യിലിരിക്കുന്ന സന്ദർഭത്തിലായിരിക്കും ഇയാളെ സൂത്രത്തിൽ വിളിച്ചുകൊണ്ട് പോയി കൊല്ലുന്നത്. അങ്ങനെ ഇയാളുടെ കൈ പണം വരും. കോട്ടയത്തെ തന്നെ നമ്മൾ കണ്ടല്ലോ, അതിരമ്പള്ളിയിലെ ജയനമ്മയുടെ സ്വർണ്ണാഭരണങ്ങൾ വിറ്റ ആ കടക്കാരനെ കണ്ടെത്തി പോലീസ്. അത് റിക്കവറിയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ കയ്യിൽ വേറെ സ്ഥലമൊന്നും ഇല്ലെങ്കിലും കുറേ പൈസ ഉണ്ടാവും അവരുടെ കയ്യിൽ. അവരുടെ സ്വർണ്ണാഭരണത്തിൽ നോട്ട് കിട്ടും. അപ്പോൾ ഇവനൊരു ബേസിക്കലി ഒരു കള്ളനാണ്, ഒരു മോഷണക്കാരനാണ്. അത് കൊലപാതകമൊക്കെ പിന്നെ അങ്ങനെ കൊന്ന് പണം എടുക്കണമെങ്കിൽ പണം എടുക്കും. കൊന്ന് അവരുടെ സ്വത്ത് കൈക്കലാക്കാൻ പറ്റും. സ്ഥലം വിൽക്കുന്നതിന് ഇവർ കൂടെ അവരെ സഹായിച്ച് ഒന്നിച്ച് നിന്ന് ആ പണം കൈ വരുന്ന സന്ദർഭത്തിൽ സൂത്രത്തിൽ ഇയാളുടെ ആ വീട്ടിൽ കൊണ്ടുപോയി കൊല്ലുകയാണ്. കൊന്ന് പിന്നെ എവിഡൻസ് നശിപ്പിക്കുകയാണ്. കാരണം ആ മൃതദേഹത്തിൻ്റെ അംശങ്ങൾ കത്തിച്ച് ഒന്നുമില്ലാതെ പോയി കഴിഞ്ഞ് ഇയാളെ തൊടാൻ ഒക്കില്ല. ആ വിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോഴും അയാൾ ഇരിക്കുന്നത്. കാരണം ഇപ്പം കിട്ടുന്ന സാധനങ്ങളൊക്കെ DNA എടുത്ത് അത് കണ്ടെത്തും എന്ന് അയാൾ വിചാരിക്കുന്നില്ല. അതുകൊണ്ടാണ് പോലീസിനെ കാണുമ്പോൾ പുച്ഛത്തോടെ ചിരിക്കുന്നത്. കാരണം ചെറുപ്പം മുതലേ ഒരു ക്രിമിനൽ സൈഡിലേക്കുള്ള ഗ്രോത്തായിരുന്നു ഇയാളുടെ സ്വന്തം വീട്ടിലുള്ള ആൾക്കാരെ കൊല്ലാനായിട്ട് ഇയാൾ അന്ന് വിഷം കൊടുത്തെന്ന് പറഞ്ഞാൽ അതിശയിച്ചു പോകും നമ്മൾ. അതുകൊണ്ട് പോലീസ് ഇതിനകത്ത് ഇവൻ്റെ പൂർവ്വചരിത്രം നോക്കണം. അതിനകത്ത് എത്ര പേരെ കൊന്നു, ഇവൻ്റെ വാഹനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇവൻ്റെ ചെറുപ്പം മുതലുള്ള ജീവിതത്തിൽ എത്ര വാഹനം വാങ്ങിച്ചു വിറ്റിട്ടുണ്ട്, ഇവൻ്റെ കൈവശിരുന്ന വാഹനത്തിൻ്റെ ഓണർഷിപ്പ് ഇവൻ തന്നെയാണോ, അതൊക്കെ ഇനി നോക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, ശ്രീ TR ഹരിദാസ്, സാമ്പത്തികമായിട്ട് വലിയ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ വഴി വന്നതെന്ന് നിങ്ങൾക്കറിയില്ല എന്ന് പറയുന്നു. ഇയാളുടെ കുടുംബം, ഭാര്യയുടെ മൊഴി ക്രൈംബ്രാഞ്ച് എടുക്കുന്നുണ്ട്. കുടുംബം, ഇയാളുടെ ഭാര്യയടക്കം ഏതെങ്കിലും തരത്തിൽ ഇതുമായിട്ട് കണക്റ്റഡ് ആണോ? അന്വേഷണം അടക്കം ഇത് ഒന്നും അറിയാതെ ഈ രീതിയിൽ ഈ കോടിക്കണക്കിന് സ്വത്ത് ഇയാൾ സമ്പാദിച്ചു കൂട്ടുകയായിരുന്നു. അങ്ങനെ നിങ്ങൾ കരുതുന്നുണ്ടോ? പിന്നെ ഇല്ല മേഡം. കാര്യം ഇയാൾക്ക് ബേസിക്കലി സാമ്പത്തികമായി അടിത്തറയുള്ള കുടുംബമല്ലായിരുന്നു. 2 ഏക്കർ സ്ഥലത്ത് ഇയാളുടെ ഫാദർ കൃഷി ചെയ്ത് മാത്രം ജീവിച്ചൊരു മനുഷ്യനാണ്. എന്റെ തൊട്ട് അയൽവാസികളിലേക്ക് എനിക്ക് ചിലപ്പോൾ എന്റെ ബാല്യം വരെ കാണുന്നിടത്താണ്. ആ വീടുമായിട്ട് വളരെ അടുപ്പമുണ്ടായിരുന്ന വീടുകൂടെ എന്റേത്. ആ സാമ്പത്തികമായ യാതൊരു അടിത്തറയില്ലായിരുന്നു. പെൺമക്കൾ അവരൊക്കെ കുറെ പ്രായമായി കഴിഞ്ഞ് അവർ കെട്ടിച്ചുവിട്ട് തന്നെ ഇയാളുടെ ഫാദർ മരിച്ചു കഴിഞ്ഞിട്ടാണ്. വേണ്ടത്ര സാമ്പത്തിക അടിത്തറയില്ലാത്ത ഒരാളായിരുന്നു. ഈ സെബാസ്റ്റ്യൻ ഡ്രൈവിംഗ് ആയിട്ട് നടന്ന വിഷയമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു അംബാസിഡർ കാർ, പിന്നീട് അയാൾ ഒരു ലോറി കൊണ്ടു നടന്ന് അതിനുശേഷമാണ് ഇയാൾ റിയൽ എസ്റ്റേറ്റ് ഇതുപോലെ പഴയ വാഹനങ്ങളൊക്കെ എടുത്ത് വിൽക്കുന്ന, അത് ഒരുപക്ഷെ മോഷ്ടിച്ചു കൊണ്ടുവന്നാകാം. RC ബുക്കൊക്കെ ഇയാളെ സംഘടിപ്പിച്ചു കൊടുത്തിട്ട് അറിയാം. അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്റെ അനുജന് വേണ്ടി ഒരു വാഹനം എടുക്കാൻ കൊണ്ടുപോകും, ഒരു സ്കൂട്ടർ. അപ്പൊ അനിയൻ ഓടിച്ചു കുഴപ്പമില്ല എടുത്തോളാന്ന് പറഞ്ഞു. അപ്പൊ എടുക്കാൻ വേണ്ടി അതിന്റെ ബുക്കും പേപ്പറും ചോദിച്ചപ്പോൾ അനിയോട് ചോദിച്ച് ബുക്കും പേപ്പറും എന്നൊക്കെ എന്തിനാ തിരക്കണം, വണ്ടി പോരെന്ന് ചോദിച്ചു. അപ്പൊ അനിയൻ പറഞ്ഞു എനിക്ക് വണ്ടി വേണ്ടാന്ന്. അപ്പൊ അതൊക്കെ ഇയാളുടെ ഭാഗത്തുള്ള. പിന്നെ ഇയാൾക്ക് സാമ്പത്തികമായി ഒരു അടിത്തറയില്ലായിരുന്നു. ഇയാളുടെ സാമ്പത്തികം വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു 2013 ശേഷമാണ്
ഇയാൾക്ക് സാമ്പത്തികമായി ഒരു മെച്ചപ്പെട്ട, എനിക്ക് അയൽവാസി നിലയ്ക്ക് എനിക്ക് പോലും അറിയില്ലായിരുന്നു. എന്റെ വീടിന്റെ വാതിക്കൽ കൂടി ഇളത്തിലേക്ക് പല ആൾക്കാർ വരുന്നു. അമ്മാവന്റെ വീടാണെന്ന് ചോദിക്കും, ഞാൻ കാണിച്ചു കൊടുക്കും. ഇപ്പൊ എന്റെ ഒരു സുഹൃത്ത് വാദിക്കുമെന്ന് ചോദിച്ചു അമ്മാവന്റെ വീട് ചോദിച്ചു. എന്താ കാര്യം, ഒത്തിരി ആൾക്കാർ അമ്മാവനെ തിരക്കി പോകുന്നുണ്ട്, അമ്മാവനോട് കുറച്ച് പൈസ വാങ്ങിക്കാൻ പോകണം. അപ്പൊ എന്റെ ഇപ്പോഴത്തെ ഒരു പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ, ഈ ബിന്ദുവിന്റെ വസ്തു വിറ്റ ശേഷം എന്റെ ട്രാൻസാക്ഷൻ നടത്തിയത് 2013 അതുമായിട്ട് ബന്ധപ്പെട്ട ഇയാളൊരു സാമ്പത്തിക വിഷയത്തിൽ ഇപ്പൊ നേരത്തെ രൂപേഷ് പറഞ്ഞ പോലെ ഇതിന്റെ രാഷ്ട്രീയ ബന്ധങ്ങളെക്കാൾ അയാൾ രാഷ്ട്രീയമായിട്ട് ഒരു BJP കാരനാണ്. അല്ല, ഇവിടെ RSSുമായിട്ടുള്ള ഞങ്ങളുടെ പാർട്ടി CPM-ന്റെ സംഘർഷകാലത്ത് അതിൽ വളരെ ഇൻവോൾവ് ആയിരുന്നു അയാൾ RSസുമായിട്ട് ബന്ധപ്പെട്ട്. ഇപ്പൊ ഇയാൾ അഡ്വക്കേറ്റ് ആയിരിക്കുന്നയാളും ഒക്കെ ആ കാലത്ത് RSന്റെ പ്രവർത്തനം സജീവമായി നടന്നത് അഡ്വക്കേറ്റ് ആയെന്ന് പറയുന്നത് അയാൾ സുഹൃത്തുക്കളാണ്. അപ്പൊ ഈ രാഷ്ട്രീയമായിട്ട് ഇയാൾക്ക് ആരും അങ്ങനെയല്ല, ഇയാൾ സ്വാഭാവികമായിട്ടും ചെല്ലുന്നു, പരിചയപ്പെടുന്നു, അങ്ങനെയൊക്കെ. അയാൾ സേഫായ സ്ഥലം ഒരു പക്ഷെ കണ്ടിരിക്കാം, അതിലത്തെ CPM ഭരിക്കുന്ന ബാങ്ക് ആയിരിക്കാം, അത് അവിടെ ചിലപ്പോൾ ഇട്ടായിരിക്കാം. പിന്നെ നേരത്തെ ഒരു 12 ലക്ഷം രൂപ ഇയാള് SBT വാരാണ്ട് SBT നിക്ഷേപിച്ചിരുന്നു. ഇയാളുടെ അത് ഫോർജറി നടന്ന ശേഷമുള്ളതാണ്. ഇയാളുടെ ഒരു കോബ്രദർ, അതായത് ഇയാളുടെ ഒരു ചിറ്റപ്പന്റെ മകനുമായിട്ട് ഇടപാടാണ്. അതായത് ഈ വസ്തു, ബിന്ദുവിന്റെ വസ്തു ഇയാൾ കൈവശപ്പെടുത്തിയ ശേഷം അതിന്റെ പവർ ഓഫ് അറ്റോർണി വഴിയാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ അത് ഇയാൾ അനുജനായ ഒരു ഷാജി എന്ന് പേർക്കാണ് ട്രാൻസാക്ഷൻ നടത്തിയിരിക്കുന്നത്. അതിന്റെ അകത്ത് ആ ഒരു എഗ്രിമെന്റിന്റെ കോപ്പി എന്റെ കിട്ടിയതാണ്. അത് അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ലാൽ സാറിനെ നേരിട്ട് ഏൽപ്പിച്ചു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ വിളിപ്പിച്ചിരുന്നു. വിളിപ്പിച്ചപ്പോൾ എന്നെ ചോദ്യം ചെയ്യുന്നില്ല, കാര്യം ഇയാളുടെ ആവശ്യമായിട്ട് നിരന്തരം എന്നെ ഫോണിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ എന്നെ വിളിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ കാര്യം ഇതായിരുന്നു സാറേ എന്ന് പറഞ്ഞു. അപ്പൊ അവരെന്നോട് പറഞ്ഞത്, ഞങ്ങൾ അന്വേഷിച്ചു, നിങ്ങൾ പാർട്ടിയിലേക്ക് ഇടപെട്ടിട്ടുള്ളതാണ്. അപ്പൊ ഈ ഡോക്യുമെന്റിന്റെ പാർപ്പത്രം ഞാൻ കൊടുത്തത്, അത് വായിക്കുന്ന ആർക്കും മനസ്സിലാവും ഈ വസ്തു ഒരു ഫോർജറി നടത്തി അയാൾ കൈവശപ്പെടുത്തിയിട്ടുള്ളതാണെന്നും. ഇത് സ്വാഭാവികം നമ്മൾ കോമൺ സെൻസിൽ ആലോചിച്ചാൽ മതിയാവും. സമയപരിമിതി കൊണ്ട് ഡോക്ടർ മോഹൻ റോയ്, അതായത് പരിപൂർണമായിട്ട് ഒരു സൈക്കോ കില്ലറിനപ്പുറത്തേക്ക് വളരെ പ്ലാൻഡ് ആയിട്ട് പണം മോട്ടീവ് തന്നെയായിട്ട് നടത്തുന്ന ക്രൂരകൃത്യങ്ങൾ ആ തരത്തിലാണ്. പക്ഷേ ഇപ്പോഴും ഈ അന്വേഷണത്തോട് സഹകരിക്കുന്നേ ഇല്ല, ഏതെങ്കിലും കാര്യങ്ങൾ സമ്മതിക്കില്ല. ഇത്രയും വർഷം ഈ പ്ലാൻഡായിട്ട് കൊണ്ടു നടക്കാൻ അറിയുന്ന ഒരാൾ, ഇനി കൃത്യമായിട്ടുള്ളൊരു എവിഡൻസ് വേണം. ഈ നേരത്തെ രൂപേഷ് പറഞ്ഞതുപോലെ ആ ശാസ്ത്രീയ പരിശോധനകൾ നടത്തേണ്ട പല സമയങ്ങളും കടന്നു പോവുകയും ചെയ്തു. എങ്കിലും കൃത്യമായ രീതിയിൽ കൊടുക്കാൻ കഴിയുന്ന രീതിയിലേക്ക് എങ്ങനെ ടാക്കിൾ ചെയ്യാൻ പറ്റും? ഇയാൾ ഈ തരത്തിൽ അങ്ങനെ റിജിഡായിട്ട് നിൽക്കുന്ന ഒരാളാണോ? അല്ല, ഇദ്ദേഹത്തിൻ്റെ ഒരു മനോനില പരിശോധന നടത്തേണ്ടതുണ്ട്. ഇദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം എന്താണെന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരുടെ ഒരു ഇൻഫർമേഷനൂടെ നമുക്ക് ലഭിക്കേണ്ടി വരും. പിന്നെ ഇതിൽ പ്രശ്നം വെച്ചാൽ, പണ്ടൊക്കെ നമുക്ക് ബാക്കി നാർക്കോ അനാലിസിസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പണ്ട് നമുക്ക് സാധിക്കുമായിരുന്നു. ഇപ്പോൾ അത് കോടതികൾ പോലും അത് അനുവദിച്ച് തരുന്നതല്ല. അല്ലാതെ ചോദ്യം ചെയ്യുന്നതിൽ തന്നെ പോലീസിന് പല മെത്തേഡുകളുണ്ട്, ആ മെത്തേഡുകളിലൂടെ കിട്ടും. അല്ലാതെ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് വിദഗ്ധരുടെ സേവനം എടുക്കാവുന്നതാണ്. അപ്പോൾ അത്തരത്തിലൊക്കെ തന്നെ ഇത് കൂട്ടി എടുക്കാൻ സാധിക്കും. പിന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ തെളിവുകൾ കൃത്യമായി കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഇയാൾ തന്നെയാണ് ഇത് ചെയ്തത് എന്നുള്ളൊരു തലത്തിലേക്ക് എത്തിക്കാൻ അത്ര എളുപ്പമായിരിക്കില്ല. പക്ഷേ ഇപ്പോൾ നമുക്കറിയാവുന്നതുപോലെ ഒരു കൺഫെഷൻ എങ്ങനെയാണ് ഒരു ആളുടെ കയ്യിൽ നിന്ന് എടുക്കേണ്ടതെന്നും ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ശിക്ഷിക്കുക എന്ന് പറയുമ്പോഴും അത് പോലീസിൻ്റെ ടാസ്ക് അത്ര എളുപ്പമായിരിക്കില്ല. പക്ഷേ ഇത്തരം ആൾക്കാരെ നമ്മുടെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരേണ്ടത് വളരെ ആവശ്യമാണ്. ഇത്തരം കേസുകൾ യഥാർത്ഥത്തിൽ മറ്റുള്ളവർക്കൊരു മാതൃക കൂടിയാണ്. കാരണം ഇത്തരത്തിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നവർ, വൾണറബിളായിട്ടുള്ളവർ, അവരെയൊക്കെ ഇങ്ങനെ കൊടുക്കാനും ബാക്കി കാര്യങ്ങൾക്ക് കൊണ്ടുപോകാനുമായി നമ്മുടെ ഇടയിലുള്ള വളരെ പുറത്തു നിന്നൊക്കെ, ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫൈല് വ്യക്തമാക്കുന്നത് തിരിച്ചാണ്, മറുത്തൊരു ഭാഗവുമുണ്ട്. പക്ഷേ വളരെ ശാന്തരും സമാധാനപ്രിയരുമാണ് എന്ന് തോന്നുന്ന ആൾക്കാരുടെ ഇടയിൽ തന്നെ വളരെ ക്രൂരന്മാരായ കൊലപാതകികളും ഒരു മനസാക്ഷിക്കുത്തുമില്ലാത്ത എന്ത് കുറ്റകൃത്യവും ചെയ്യുന്ന ആൾക്കാർ മറഞ്ഞിരിപ്പുണ്ടെന്നുള്ളത് നാം അറിയേണ്ടതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സംവിധാനങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളോട് കുറച്ചുകൂടി സെൻസിറ്റീവ് ആവേണ്ടതുണ്ട്. കാരണം ഒരാൾ മിസ് ചെയ്തു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ പോകാനുള്ള ഒരു കഴിവില്ലായ്മ നമ്മുടെ സംവിധാനങ്ങൾ കാണിച്ചതുകൊണ്ടാണ് കുറഞ്ഞത് 2 ജീവൻ എങ്കിലും പോയത് എന്ന് നമുക്ക് പറയേണ്ടി വരും. അതൊക്കെയാണ് ഈ കേസിൽ നിന്ന് നമുക്ക് ഇനിയും പഠിക്കാനുള്ളത്. ഇത്തരം ആൾക്കാർ നിങ്ങൾ ശ്രദ്ധിച്ചോളുക, ഇപ്പോഴും നമ്മുടെ ഇടയിലുണ്ട്. നമ്മളിത് സംസാരിക്കുന്ന സമയത്ത് പോലും അവർ തങ്ങളുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ചിലപ്പം ഈ ചർച്ച കണ്ടുകൊണ്ട് പോലും അവർ ഇത്തരം കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടാവാം.
തീർച്ചയായിട്ടും അതാണ് നമ്മൾ പലപ്പോഴും അത്തരം ക്രൈം വാർത്തകൾക്ക് പോലും അങ്ങനത്തെ ഒരു ചില ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടാവാറുണ്ട് എന്ന് കൂടി ഉള്ള നിരീക്ഷണങ്ങളൊക്കെ വരാറുണ്ട്. ഏതായാലും ഒരുപാട് പരാതികളുണ്ട്, കാണാതായ ഒരുപാട് സ്ത്രീകളുടെ വിഷയങ്ങൾ. അതല്ലാതെയും നേരത്തെ പറഞ്ഞ പോലെ ആലപ്പുഴയുമായി ബന്ധപ്പെട്ട് ഉള്ള വളരെ പ്രധാനപ്പെട്ട തിരോധാന കേസുകളൊക്കെ ഇയാൾക്ക് പങ്കുണ്ടോ എന്നുള്ളതൊക്കെയാണ്. നേരത്തെ ശ്രീ ജോർജ് ജോസഫും പറഞ്ഞതുപോലെ തന്നെ പല കേസുകളിലും ഇടപെട്ടിട്ടുള്ള ഒരാൾ കൂടിയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും അന്വേഷണത്തോടൊന്നും സഹകരിക്കുന്നില്ല എന്നൊരു സമീപനം കൂടിയാണ് സെബാസ്റ്റ്യൻ സ്വീകരിക്കുന്നത്. അപ്പോഴും അന്വേഷണ സംഘത്തിൻ്റെ നീക്കങ്ങൾ വളരെ നിർണായകമായി മാറുകയും ചെയ്തു. വളരെ നന്ദി ശ്രീ ജോർജ് ജോസഫ്, ഡോക്ടർ മോഹൻ റോയ്, രൂപേഷ് AR ഒപ്പം ശ്രീ ഹരിദാസ്. സ്പെഷ്യൽ ഡിബേറ്റ് പൂർണ്ണമാകും. നമസ്കാരം. Looking stylish, guys. For every style, there is a Celerio. എന്തെങ്കിലും പറയാനുണ്ടോ? നമുക്ക് ഇതിനകത്ത് സംശയമുണ്ട്. എന്റെ അപ്പച്ചീന ഇതിൽ ഈ JCB ഇവിടെ 2016 വന്നെന്ന് പറയുന്നു. ആ കൂടെ സെബാസ്റ്റ്യനും ഐഷയും ഉണ്ടായിരുന്നെന്നാണ് ഈ റോസമ്മ പറയുന്നത്. ഇപ്പൊ പറയുന്നത്, നിങ്ങൾ പറയുന്നു ബന്ധമില്ലെന്ന് പറയുന്നു. ഇവര് അപ്പപ്പ മാറ്റി പറയുന്ന കാര്യം എന്താണെന്ന് തെളിക്കുക. സംശയമുണ്ട്. അതിനകത്ത് എന്തെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ JCB വന്നതിൽ സംശയം ഞങ്ങൾക്കുണ്ട്. ഞെട്ടിവിറയ്ക്കുന്ന ക്രൂരതയുടെ ബാക്കി പത്രങ്ങൾ. ചേർത്തല തിരോധാന കേസിൽ അന്വേഷണ സംഘം കുഴിച്ചെടുക്കുന്നത് നിർണായക തെളിവുകൾ. കാണാതായ 3 അല്ല 4 സ്ത്രീകളെയും തിരോധാനത്തിന് പിന്നിൽ സെബാസ്റ്റ്യൻ തന്നെയെന്ന സ്ഥിരീകരണത്തിലേക്ക് കടക്കുകയാണോ അന്വേഷണ സംഘം? ഒറ്റയ്ക്ക് താമസിച്ച സ്ത്രീകളുടെ സ്വത്തും പറമ്പും പിന്നെ ജീവനുമെല്ലാം തട്ടിയെടുത്ത സൈക്കോ കില്ലർ മാത്രമാണോ സെബാസ്റ്റ്യൻ? മുൻപ് പോലീസ് കസ്റ്റഡിയിലായപ്പോഴും സെബാസ്റ്റ്യന് പുറത്തുനിന്ന് വലിയ സാമ്പത്തിക സഹായം ലഭിച്ചതായാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. അപ്പോൾ ഈ സംരക്ഷണം കൊടുത്തവർ ആരായിരിക്കും? കിട്ടിയ വൻതുകകൾ വലിയ തോതിലുള്ള ബിനാമി ഇടപാടിലൂടെ ചെലവിടാൻ സെബാസ്റ്റ്യന് കഴിഞ്ഞതെങ്ങനെയാണ്? ഒറ്റയ്ക്കല്ല, വലിയ സംഘമുണ്ടോ പിറകിൽ? ചേർത്തല മറ്റൊരു ധർമ്മസ്ഥല പോലെ ദുരൂഹതയുടെ ചുരുളഴിക്കുകയാണോ? സ്പെഷ്യൽ ഡിബേറ്റിലേക്ക് സ്വാഗതം. നമുക്കൊപ്പം ചേരുന്നു റിട്ടയർഡ് SP ശ്രീ ജോർജ് ജോസഫ്, സൈക്കാട്രിസ്റ്റ് ഡോക്ടർ മോഹൻ റോയ്, സെബാസ്റ്റ്യന്റെ അയൽവാസി TR ഹരിദാസ്, ഒപ്പം ബിന്ദു പത്മനാഭൻ തിരോധാന സമിതിയുടെ ഭാരവാഹി രൂപേഷ് KR. 4 പേരിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് ഞങ്ങളുടെ പ്രതിനിധി ശരണ്യ സ്നേഹജൻ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളെല്ലാം ഈ വാർത്തയുടേത് പുറത്തു കൊണ്ടുവന്നത് ശരണ്യാണ് ആലപ്പുഴയിൽ നിന്ന്. ശരണ്യ നമുക്കൊപ്പം ചേരുകയാണ്. ശരണ്യ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറയാനുള്ളത്, നേരത്തെ ശരണ്യ തന്നെ പുറത്തു കൊണ്ടുവന്ന വാർത്ത പോലെ തന്നെ ബിന്ദു അഥവാ സിന്ധു തിരോധാന കേസുമായി ബന്ധപ്പെട്ടും സെബാസ്റ്റ്യന് പങ്കുണ്ട് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് പോലീസ് കൂടി കിടക്കുക. അതായത് വലിയ ഒരു വലയാണ് വിരിച്ചിരുന്നത്. 1 അല്ല 3 അല്ല 4ഓളം, ഒരുപക്ഷെ അതിലേറെ സ്ത്രീകൾ കാണാതായതിന് പിറകിൽ സെബാസ്റ്റ്യന്റെ കൈകൾ തന്നെയാണെന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തുമ്പോൾ ഈ മിനിറ്റിൽ നടക്കുന്ന അന്വേഷണം അതേത് തരത്തിലാണ്? അപ്പം തീർച്ചയായും 4 സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അന്വേഷണ സംഘം സെബാസ്റ്റ്യനെ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ 2006 കാണാതായ ബിന്ദു പത്മനാഭൻ, ഒപ്പം തന്നെ 2012 കാണാതായ ഐഷ, 2024 വരുമ്പോൾ നമ്മൾ ഏറ്റവും മുന്നിലുള്ള കേസ് ജൈനമ്മ തിരോധാന കേസ്. ഈ നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യൻ കസ്റ്റഡിയിലാവുമ്പോൾ ഇയാളുടെ പൂർവ്വകാല ചരിത്രം പരിശോധിക്കുമ്പോൾ ഒരു ഹാബിച്വൽ ക്രിമിനൽ എന്നുള്ള അസസ്മെന്റിൽ തന്നെയാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2006 മുതൽ 2006ഉം 2012ഉം കഴിഞ്ഞാൽ പിന്നെ 2024 വരെ അയാളുടെ ക്രിമിനൽ സ്വഭാവത്തിന് മാറ്റമുണ്ടാകില്ല എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി തിരച്ചിൽ നടത്തിയ, നമ്മൾ കഴിഞ്ഞ ദിവസം പുറത്തു കൊണ്ടുവന്ന തിരുവിഴ സ്വദേശിയായ സിന്ധുവിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ ഓരോ ഘട്ടത്തിലും, ആദ്യഘട്ടത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ജൈനമ്മയുടെ തിരോധാന കേസിൽ സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ പുരയിടത്തിൽ നിന്ന് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുമ്പോൾ നമുക്ക് മുന്നിൽ 2 കേസുകൾ മാത്രമാണുള്ളത്. ജൈനമ്മ തിരോധാന കേസും ഒപ്പം തന്നെ ബിന്ദു പത്മനാഭൻ എന്ന സ്ത്രീയുടെ തിരോധാനവും. അതിനുശേഷമാണ് ന്യൂസ് 18 നടത്തിയ അന്വേഷണത്തിൽ റോസമ്മ എന്ന വ്യക്തിയെ, സെബാസ്റ്റ്യന്റെ പെൺ സുഹൃത്തായ റോസമ്മ എന്ന വ്യക്തിയെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അവരിൽ നിന്നും നിർണായകമായ വിവരങ്ങൾ ലഭ്യമാകുന്നു. അതായത് ഐഷ എന്ന സ്ത്രീയുടെ തിരോധാനത്തിന് കൃത്യമായി സെബാസ്റ്റ്യനുമായി ബന്ധമുണ്ട്, ഈ കേസിൽ ഐഷ കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ പുറം ലോകത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. ഐഷ കേസിൽ ഏറ്റവും നിർണായകമായിരുന്നു ഐഷയുടെയും സെബാസ്റ്റ്യന്റെയും സുഹൃത്തായ റോസമ്മയുടെ നമ്മളോടുള്ള തുറന്നു പറച്ചിൽ. അവർ പറഞ്ഞത് സ്ഥലം രജിസ്റ്റർ ചെയ്യുന്നതിന്
അതിന് തൊട്ട് മുൻപത്തെ ദിവസമാണ് ഐഷയെ കാണാതായത്. സെബാസ്റ്റ്യനുമായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു. താനില്ലായിരുന്ന ദിവസം JCB ഉപയോഗിച്ച് തന്റെ പുരയിടം കിളച്ചു. മാത്രമല്ല ആ ദിവസം ഒരുമിച്ച്, താനില്ലാതിരുന്ന ദിവസം ഒരുമിച്ച് ഐഷയും സെബാസ്റ്റ്യനും തന്റെ വീട്ടിൽ ഉണ്ടായിരുന്നു. അതിലുള്ള കൃത്യമായ അതൃപ്തി അവർ പ്രകടിപ്പിക്കുകയും വിരുദ്ധമായ മൊഴികൾ അവർ നമ്മളോട് പറഞ്ഞതിന് ശേഷം മറ്റു മാധ്യമങ്ങളോടും പോലീസിനോടും അവർ വിരുദ്ധമായ രീതിയിൽ പറയുകയും ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെയാണ് ഇന്ന് അന്വേഷണ സംഘം സെബാസ്റ്റ്യന്റെ പുരയിടത്തിൽ, ആദ്യഘട്ടത്തിൽ നമ്മളുടെ ഒരു വിലയിരുത്തൽ പ്രകാരം NCS സെബാസ്റ്റ്യന്റെ പുരയിടത്തിൽ ഇന്ന് തെളിവെടുപ്പിനായി എത്തുന്നു എന്നുള്ളതായിരുന്നു. ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിലെ ജിയോളജിസ്റ്റുകളുടെ സഹായത്തോടെയുള്ള പരിശോധന ഇന്ന് നടന്നു. ആ പുരയിടത്തിൽ ജിയോളജിസ്റ്റുകളുടെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിൽ ഒരു കരിഞ്ഞ വാച്ച് കണ്ടെത്തിയിട്ടുണ്ട്. മൃതദേഹാവശിഷ്ടങ്ങളുടെ എല്ലുകൾ കത്തിച്ച നിലയിലായിരുന്നു. അതുമായി കണക്ട് ചെയ്യുന്നതാണോ ഈ വാച്ച് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം നിർണായകമായ ഒരു വാച്ചിന്റെ ഡയൽ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം പെട്ടെന്നായിരുന്നു നമ്മൾ പുറത്തുവിട്ട റോസമ്മ. അതുവരെ റോസമ്മയെ സ്പെഷ്യൽ ബ്രാഞ്ച് ചോദ്യം ചെയ്തതല്ലാതെ അന്വേഷണ സംഘം അവരെ ചോദ്യം ചെയ്യലിലേക്ക് കടന്നിരുന്നില്ല. ഈ NCS സംഘം പെട്ടെന്ന് തന്നെ റോസമ്മയുടെ വീട്ടിലേക്ക് പോകുന്നു. ശാസ്താംകവലയിലെ റോസമ്മയുടെ വീട്ടിൽ നമ്മളോട് പറഞ്ഞ നിർണായകമായ വെളിപ്പെടുത്തലുകൾ നടത്തിയ സ്ത്രീയുടെ വീട്ടിലേക്ക്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു റോസമ്മയെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുമെന്ന്. അതുപോലെ തന്നെ അന്വേഷണ സംഘം അവിടേക്ക് എത്തുന്നു. ചേർത്തല സിയുടെ നേതൃത്വത്തിൽ റോസമ്മയെ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെ റോസമ്മയുടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ദുരൂഹതകൾ നിറഞ്ഞ റോസമ്മയുടെ പുരയിടം, കോഴിഫാമുള്ള പുരയിടം NCS റഡാർ, ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ച് പരിശോധന നടത്തുന്നു. ഒപ്പം തന്നെ ഇപ്പോഴും ചേർത്തലയിൽ നിന്നുള്ള സംഘം, ചേർത്തല സിയുടെ നേതൃത്വത്തിലുള്ള സംഘം റോസമ്മയെ ചോദ്യം ചെയ്യുന്നു. അതിനുശേഷമാണ് ഇതുവരെ ഈ 3 തിരോധാനവുമായി ബന്ധപ്പെട്ട്, സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം വരാത്ത നമ്മൾ പുറത്തു കൊണ്ടുവന്ന തിരുവല്ല സ്വദേശിയായ സിന്ധുവിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട കേസിലേക്ക് അന്വേഷണ സംഘം നിർണായകമായി NCS സംഘം ഇങ്ങോട്ട് നീങ്ങുന്നത്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ തങ്കപ്പൻ എന്ന വ്യക്തിയുടെ കോമ്പൗണ്ട് കേന്ദ്രീകരിച്ച്, അതായത് തിരുവല്ല റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ആ വീട് കേന്ദ്രീകരിച്ചുള്ള പരിശോധന NCS നടത്തി എന്നുള്ളതാണ്. ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 4 കേസുകൾ ഇപ്പോൾ സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അർത്തുങ്കൽ പോലീസും ചേർത്തല പോലീസും അൺഡിറ്റക്റ്റഡ് എന്ന് എഴുതി തള്ളിയ കേസുകൾ ഇപ്പോൾ റീഓപ്പൺ ചെയ്യാനുള്ള സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നു. ഐഷ തിരോധാന കേസ് റീഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ചേർത്തല പോലീസ്. അത്തരത്തിൽ ഗൗരവകരമായ അന്വേഷണത്തിലേക്ക് 2 ജില്ലകൾ ചേർന്നുള്ള ഇൻവെസ്റ്റിഗേഷൻ ടീം നിൽക്കുന്നു. ആ ഘട്ടത്തിലൊക്കെ തന്നെയും സെബാസ്റ്റ്യൻ യാതൊരുവിധ കാര്യങ്ങളും അംഗീകരിക്കാതെ ഇപ്പോഴും മുന്നോട്ട് പോകുന്നു. തന്റെ പുരയിടം അത് തുറന്നു കിടക്കുന്ന പുരയിടമാണ്, ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും കൊണ്ടിടാം എന്നുള്ള നിഗമനത്തിൽ അവർ നിൽക്കുന്നു. പക്ഷേ അതേസമയം തന്നെ ആ വീടിനകത്ത് രക്തക്കറകൾ കണ്ടെത്തിയിട്ടുണ്ട്. ആ വീടിന്റെ പുരയിടത്തിൽ നിന്നും അതുപോലെ തന്നെ എല്ലിൻ കഷ്ണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ആരുടേതാണ് എന്നുള്ള DNA പരിശോധനാ ഫലം ഈ കേസിൽ ഏറ്റവും നിർണായകമായിരിക്കും എന്നുള്ളതാണ്. നേരത്തെ ജുവലറി ഉടമ വെളിപ്പെടുത്തിയതുപോലെ, ന്യൂസ് 18നോട് അയാൾ പറഞ്ഞതുപോലെ, സ്വർണം കൊണ്ടുവിറ്റത് തനിക്ക് സെബാസ്റ്റ്യൻ കൊണ്ടുവിറ്റു എന്നുള്ള നിർണായകമായ കണ്ടെത്തലും പോലീസിന് ഉണ്ട്. ആ സ്ഥിരീകരണവും നമുക്ക് ലഭിക്കുകയുണ്ടായിരുന്നു. അങ്ങനെ ഓരോ ഘട്ടത്തിലും ഈ കേസുമായി ബന്ധപ്പെട്ട് അടുത്തിടയുമ്പോൾ ഇപ്പോൾ 4 സ്ത്രീകളുടെ തിരോധാനമാണ് പ്രധാനമായും അന്വേഷിച്ചു വരുന്നത്. ആ 4 സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി മോഹനചന്ദ്രൻ, ഒപ്പം തന്നെ ക്രൈംബ്രാഞ്ച് SP ഷൗക്കത്ത് അലി, ഒപ്പം തന്നെ കോട്ടയം ക്രൈംബ്രാഞ്ച് SP ഗിരീഷ് P സാരഥി, കോട്ടയത്ത് ജൈനമ്മ കേസ് അന്വേഷിക്കുന്ന സാജൻ സേവ്യർ, ഈ 4 ഉദ്യോഗസ്ഥർ ചേർന്നുള്ള ടീം വിശദമായ അവരുടെ താഴേക്കുള്ള ടീമുകളെ കൊണ്ട് ഇത് പരിശോധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ജൈനമ്മ എന്നുള്ളത് ഒരു തുറുപ്പ് ചൂട്ടാണ്. അവിടെ തുറന്നു കിട്ടിയ വാതിലിലൂടെ ഈ സെബാസ്റ്റ്യൻ എന്നുള്ള വ്യക്തിയിലേക്ക് എത്തുന്നതിന് വേണ്ടി കിണഞ്ഞ് പരിശ്രമിക്കുകയാണ് ഈ ഇൻവെസ്റ്റിഗേഷൻ ടീം. നമുക്കറിയാം ഒരു ഘട്ടത്തിൽ പോലീസിന്റെ വീഴ്ചയിൽ നഷ്ടപ്പെട്ടു പോയ കേസുകൾ, ആ കേസുകൾ ഇപ്പോൾ ജൈനമ്മയിൽ തുടങ്ങി ഇനി എത്ര കാണാതായ കേസുകളിലേക്ക് വഴി തുറക്കുന്നതാണ്, വെളിച്ചം വീശുന്നതാണ് എന്നുള്ളതൊക്കെയാണ് ഇനി വരും മണിക്കൂറുകൾ കാണാനുള്ളത്. പാനലിസ്റ്റുകളിലേക്ക് കടക്കുമ്പോൾ ആദ്യം ബിന്ദു പത്മനാഭൻ തിരോധാന സമിതിയുടെ നേതാവ് രൂപേഷ് കേരളയ്ക്ക്. രൂപേഷ്, അൺഡിറ്റക്റ്റഡ് എന്ന് എഴുതി തള്ളിയ കേസുകളൊക്കെ പുറത്തേക്ക് വരുമ്പോൾ വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നത് ഈ കഴിഞ്ഞ മണിക്കൂറിലാണ്. അത് ഏത് തരത്തിലാണ് കാണുന്നത് നിങ്ങൾ? നമ്മള് 2006 മുതലാണ് ബിന്ദു പത്മനാഭൻ മിസ്സിംഗ് ആവുന്നത്. പക്ഷെ കംപ്ലൈന്റ് വരുന്നത് 2017 പരാതി നൽകി, ബിന്ദുവിന്റെ സഹോദരൻ പരാതി നൽകി ഇതിന്റെ അന്വേഷണം ആരംഭിക്കുന്നത്. അപ്പൊ ആദ്യഘട്ടത്തിൽ നമുക്കറിയാം ഇതിൽ ഭൂമി കൈമാറ്റം ചെയ്ത് മറിച്ചുവിറ്റതുമായി ബന്ധപ്പെട്ടാണ് പുറത്തു വന്ന വിവരങ്ങൾ. ബിന്ദുവിന്റെ ഇടപ്പള്ളിയിലടക്കമുള്ള പാലാരിവട്ടത്തുള്ള കോടിക്കണക്കിന് വില വരുന്ന ഭൂമി വ്യാജരേഖകൾ ചമച്ച് സെബാസ്റ്റ്യനും കൂട്ടാളികളും ചേർന്ന് മറിച്ചുവിറ്റു. പക്ഷെ ബിന്ദു എവിടെയാണ്, ജീവിച്ചിരിപ്പുണ്ടോ എന്നൊന്നും കണ്ടുപിടിക്കുവാനായിട്ട് നമുക്ക് നാളിതുവരെ സാധിച്ചില്ല. ഇതിനിടയിൽ 2017 മുതൽ ബിന്ദുവിന്റെ കേസ് ആരംഭിക്കുന്നു. 2012 ഐഷ എന്ന സ്ത്രീയുടെ മിസ്സിംഗ് ഉണ്ടാവുന്നു. പക്ഷെ ഐഷയുടെ അന്വേഷണം എങ്ങും എത്തിയില്ല. ബിന്ദുവിൻ്റെത് ഈ ഭൂമി മറിച്ചുവിറ്റ കാര്യങ്ങളൊക്കെ അന്ന് പുറത്തു വന്നു. വ്യാജരേഖ ചമക്കലും ഇവരുടെ വസ്തു തട്ടിയെടുക്കൽ അടക്കമുള്ള കേസുകൾ ചാർജ് ചെയ്ത് അന്ന് ഇവരെ
റിമാൻഡ് ചെയ്തു. അങ്ങനെ ബെയിലിറങ്ങിയ സെബാസ്റ്റ്യൻ വീണ്ടും കുറച്ച് വർഷങ്ങൾ എടുത്തു. കാര്യം ഇതിന്റെയൊക്കെ തെളിവുകൾ ഓരോ ക്രൈമും ചെയ്യുമ്പോഴും തെളിവുകൾ നശിപ്പിച്ചിട്ടാണ് അദ്ദേഹം അടുത്തതിലേക്ക് പോകുന്നത്. പിന്നെ നമ്മൾ കാണുന്നത് 2024 ഡിസംബറിൽ ജൈനമ്മ മിസ്സാവുന്ന ഈ സമയത്താണ്. ജൈനമ്മയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് കോട്ടയം ക്രൈംബ്രാഞ്ച് ഇത് അന്വേഷണം വലിയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോ ഈ മിസ്സിംഗ് ആയ എല്ലാ സ്ത്രീകളുടെയും കേസുകൾ ഇപ്പോൾ ഒന്നുകൂടി അവരുടെ എല്ലാ അന്വേഷണം ഊർജിതമായി. ഇന്നിപ്പോ സ്ഥലപരിശോധനയും റഡാർ സംവിധാനം ഉപയോഗിച്ചുള്ള പരിശോധനയൊക്കെ നടന്നിട്ടുള്ളത്. ഒരു കാര്യം ആദ്യം ഞാൻ പറയട്ടെ, ഇതിന്റെ ആദ്യഘട്ടത്തിൽ ലോക്കൽ പോലീസ് ഇത് അട്ടിമറിച്ചതാണ് ഇത്രയും ഈ ജൈനമ്മയിലേക്ക് വരെ എത്താനായിട്ട് ഉണ്ടായ സാഹചര്യം. അത് നമ്മൾ മനസ്സിലാക്കണം. റൈറ്റ്. രൂപേഷ് തിരികെ എത്താം. ശ്രീ ജോർജ് ജോസഫ്, ഒരു സീരിയൽ കില്ലർ അല്ലെങ്കിൽ ഒരു സൈക്കോ കില്ലർ ഒരാളെ ഇങ്ങനെ സ്വത്തും പണവും ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകളെ തട്ടിയെടുക്കുന്നു, കൊല്ലുന്നു, അതിനുശേഷം മറ്റൊരാളെ കൊല്ലുന്നു. അങ്ങനെ ഈ തമിഴ് സിനിമയൊക്കെ പോകുന്നത് പോലെ ഈ ഒരു ക്രോണോളജിക്കൽ ഓർഡറിലൊന്നുമല്ല. ഒരു സംഭവം നടക്കുമ്പോൾ പരാതി വരുന്നു, അത് അന്വേഷിക്കുന്നു, കേസെടുക്കുന്നു, ജാമ്യത്തിലിറങ്ങുന്നു, പോലീസ് അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തുന്നു, പുറത്തിറങ്ങി ഇയാൾ തെളിവ് നശിപ്പിക്കുന്നു, അടുത്ത കൊലയിലേക്കും അല്ലെങ്കിൽ അടുത്ത തട്ടിപ്പിലേക്കും കടക്കാൻ കൃത്യമായ സമയം കിട്ടുന്നു. നീണ്ട കാലഘട്ടം 2006 തൊട്ട് 2024 വരെ ഇങ്ങനെ തുടർ കൊലകൾ നടത്താൻ ഇനി എത്ര മൃതദേഹങ്ങളാണ് കുഴിച്ചെടുക്കാനുള്ളത് ആ വീട്ടിൽ നിന്നുള്ളത് കണ്ടറിയാനിരിക്കുന്നേ ഉള്ളൂ. അൺഡിറ്റക്റ്റഡ് എന്ന് എഴുതിയ പോലീസ് അല്ലേ ഇതിൽ യഥാർത്ഥത്തിൽ പ്രതി? അല്ല, ഞാനത് കഴിഞ്ഞ ദിവസം മുതൽ പറയാൻ തുടങ്ങി. 2006 മുതൽ ഈ കേസിൻ്റെ സമയത്ത് ആലപ്പുഴയിൽ ഒരു SP ഉണ്ടായിരുന്നു. അയാൾ മോൻസൻ മാവുങ്കലിൻ്റെ അവിടെ പോയിരുന്ന അയാൾ DIG ആയിട്ട് റിട്ടയർ ചെയ്തൊരു SP ആണ്. അതുപോലെ തന്നെ അവിടെ ഒരു ലാലെന്ന് പറഞ്ഞ ഒരു DYSP ഉണ്ടായിരുന്നു. ഇവരെല്ലാം പൊതുവേ കറപ്റ്റഡായിട്ടാണ് അവിടെയുള്ള നാട്ടുകാർ മുഴുവൻ പറയുന്നത്. അവരുടെ പീരീഡിലാണ് ഈ 1-2 മർഡറൊക്കെ ഉണ്ടായത്. അവരിത് ആളെ കാണാതെ പോയി, മിസ്സായി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നടപടി എടുക്കാതെ ഒരാൾ പോയി 10 ലക്ഷം രൂപ ഈ സെബാസ്റ്റ്യൻ്റെ അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയതായിട്ടും വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ മർഡർ കേസെല്ലാം സപ്രസ് ചെയ്ത ആലപ്പുഴയിലെ ആ മുൻ ഉദ്യോഗസ്ഥന്മാർ അവരെ കൂടെ പ്രതിയാക്കേണ്ടി വരും. അതിന് ഏതായാലും ഈ കേസ് അന്വേഷിക്കുന്ന ആൾക്കാർ നല്ല കേരളത്തിൽ ഇന്ന് അവൈലബിളായ ഏറ്റവും നല്ല ഓഫീസേഴ്സിനെ ഭാഗ്യം കൊണ്ട് നമുക്കിപ്പം കിട്ടിയിട്ടുണ്ട്. അവിടെ മോഹനേന്ദ്രൻ ആലപ്പുഴ SP ഉണ്ട്. പിന്നെ SP ഷൗക്കത്തുണ്ട് ക്രൈംബ്രാഞ്ചിൻ്റെ. അദ്ദേഹത്തിൻ്റെ പൂർവ്വചരിത്രങ്ങളൊക്കെ നമുക്കറിയാം. നമ്മുടെ കണ്ണൂരിലെ വനത്തിൽ പോയ ഒരാളെയൊക്കെ അറസ്റ്റ് ചെയ്ത കേസ്, നമുക്കൊക്കെ TP ചന്ദ്രശേഖരൻ്റെ കേസ്, അങ്ങനെയുള്ള അദ്ദേഹത്തിന് ഒത്തിരി ക്രെഡിറ്റബിൾ വർക്ക് ചെയ്യുന്ന നല്ല ഇൻവെസ്റ്റിഗേഷൻ ടാലൻസ് ഉള്ളവർ ഇവർ രണ്ടുപേരും. പിന്നെ ഗിരീഷ് സാരഥി, അത് കോട്ടയം ക്രൈംബ്രാഞ്ചിലെ SP, അദ്ദേഹം നല്ല മിടുക്കനാണ്. സാജൻ സേവ്യറും മിടുക്കൻ. അതായത് 4 പേരെ കിട്ടിയിരിക്കുന്ന ഒരു നല്ല മിടുക്കന്മാരായി കേരളത്തിലുള്ള നല്ല അന്വേഷിഗേഷൻ ടാലൻസ് ഉള്ളവർ തന്നെ, യാതൊരു സംശയമില്ല. അപ്പം ഇപ്പം 4 പേരെ നമ്മൾ ഇവിടെ സെബാസ്റ്റ്യൻ്റെ കസ്റ്റഡിയിൽ ഇരുന്ന് കൊല്ലപ്പെട്ട 4 പേരുടെ വിവരങ്ങൾ, ആ 4 പേരുടെ വിവരങ്ങൾ 1951 വയസ്സ് മുതൽ അയാളിപ്പോൾ ചെയ്തതിൻ്റെ ആ കാലഘട്ടത്തിലുള്ള 4 പേരുടെ കൊലപാതകമാണ് ഇപ്പം വരുന്നത്. നേരത്തെ 2 ആയിരുന്നു, പിന്നെ അത് 3 ആയി. ജൈനമ്മയുടെ വന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ കേസ് വെളിച്ചം വീശിയത്. കാരണം 2024 ഡിസംബർ 23 ജൈനമ്മ മരുന്ന് മിസ്സാകുന്നത്. അതെന്തായാലും അതിൻ്റെ അന്വേഷണത്തിലൂടെയാണ് ഈ പഴയ കേസുകളെല്ലാം ഇങ്ങനെ ഒരു കില്ലറെ നമ്മൾ കണ്ടെത്തുന്നത്. കാരണം ഇപ്പം തന്നെ 4 പേരുടെ അവശിഷ്ടങ്ങൾ പലതും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അതിനകത്ത് വീണ്ടും പല ആൾക്കാരുടെ അസ്ഥികഷ്ണം ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. ഈ നമ്പർ കൂടും. അപ്പോൾ ഇയാളൊരു തീർച്ചയായിട്ടും ഒരു സ്പ്ലിറ്റിംഗ് കില്ലറാണ്. നമ്മുടെ ചാൾസ് ശോഭരാജനെ പോലെ ഇയാൾക്ക് കൊല്ലാതിരിക്കാൻ ഒക്കില്ല. അതിൻ്റെ കാരണം ആദ്യത്തെ 3 പേരെ കൊന്നു. പക്ഷേ ഈ ജൈനമ്മയുടെ കേസ് വരുമ്പം ജൈനമ്മയ്ക്ക് പ്രോപ്പർട്ടി ഇല്ല, പക്ഷേ കഴുത്തിൽ ആഭരണമുണ്ട്, സ്വർണ്ണാഭരണമുണ്ട്, കയ്യിലുണ്ട്, അവരുടെ കാത് കുത്തിയിട്ടുണ്ട്, സ്വർണം, കുറച്ച് പൈസയും കാണും. അത് തട്ടിയെടുത്തിരിക്കുന്ന ഇവർ. അവരെ കൊന്നിട്ട് തട്ടിയെടുത്തപ്പോൾ ഇവനൊരു കള്ളൻ തന്നെയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ റോബറി, ഡക്കോയിറ്റി മാത്രമല്ല ഒരു മോഷണ സ്വഭാവമുള്ളവനാണ്. അപ്പോൾ നമുക്ക് 51 വയസ്സിന് ശേഷമുള്ള കഥകളാണ് ഇതുവരെ പോലീസും പത്രക്കാരും കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇയാളുടെ ചൈൽഡ്ഹുഡ് മുതൽ ഇയാളുടെ വളർച്ച അറിയണം. എത്ര കൊലപാതകം വേറെ ചെയ്തിട്ടുണ്ട്, ഇവൻ്റെ മോഡസ് ഓപ്പറാണ്ടി
ഇപ്പം മാറി ഇപ്പം കൊന്നിരിക്കുന്ന ആ ആൾക്കാരുടെ കോർപ്പസ് ഡിലിറ്റി എന്ന് അല്ലെങ്കിൽ ഡെഡ് ബോഡി പോലും ഇല്ലാതാക്കാനുള്ള പഠനം അയാൾ നടത്തി കഴിഞ്ഞു. അതുതന്നെയല്ല, അയാളുടെ വീടിനകത്ത് വെച്ച് ഈ ബുച്ചറി ഈ ഇറച്ചി വെട്ട് നടക്കുമ്പോൾ അയാൾക്കൊരു കില്ലിങ് സ്പിരിറ്റ് ഉണ്ട്. രണ്ടാമത് അത് എങ്ങനെയാണ് കൊല്ലുന്നതെന്ന് ഇതുവരെ നമുക്ക് വന്നിട്ട് തലക്കിട്ടടിച്ചാണോ അതൊരു സ്കള്ള് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇവരെ കൊല്ലുന്നത്, തലക്കടിച്ചാണോ അത് പ്രത്യേകം നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ അവിടുന്ന് ഏകദേശം 50-50ഓളം ബോൺസിൻ്റെ കഷ്ണങ്ങൾ അവിടുന്ന് നമുക്കിപ്പം കിട്ടി. അപ്പോൾ അത് ഈ 4 പേരെ അല്ലാത്ത ബാക്കിയെല്ലാം സോർട്ട് ചെയ്യേണ്ടി വരും. DNA അവരുടെ ബന്ധുക്കളെ 4 പേരുടെ ബന്ധുക്കളുടെ DNA എടുത്തിട്ട് ഇവിടെയുള്ള എല്ലുകളുമായിട്ട് കമ്പയർ ചെയ്ത് കഴിയുമ്പം അവർ 4 പേരെ അല്ലാതെ മിച്ചം വരുന്ന എല്ലുകൾ വേറെ ആൾക്കാരുടെയാണ്. അതിന് യാതൊരു സംശയമില്ല. നമുക്ക് ചുമ്മാ ഇങ്ങനെയൊന്നും ഒരു പുറമ്പേ നിന്നൊന്നും ഇങ്ങനെ കിട്ടില്ല. ഇവിടെ ഒന്നെങ്കിൽ ദഹിപ്പിക്കും അല്ലെങ്കിൽ എവിടെയെങ്കിലും കുഴിച്ചിടും. അതാണ് കേരളത്തിൻ്റെ ഈ മരണാനന്തര ചടങ്ങുകളൊക്കെ അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇതുപോലെ ഇറച്ചി വെട്ടുന്ന പോലെ വെട്ടി ആ കല്ലും കഷ്ണങ്ങളെല്ലാം അവിടെ 2-3 അയാളുടെ പോണ്ടിനകത്ത് അവിടെയുള്ള മീനിട്ട് കൊടുത്ത് മനുഷ്യ മാംസം ഭക്ഷിക്കുന്ന മീനുകൾ അവിടെ കൊണ്ട് ഇട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുതന്നെയല്ല, ഈ എല്ലും കഷ്ണത്തിനകത്ത് നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും കയ്യോ അല്ലെങ്കിൽ മുട്ടിന് താഴെ എല്ല് അത് ഫ്ലഷ് പോയി കഴിഞ്ഞാൽ അത് അതേപടി ഇരിക്കണം. പക്ഷേ അതിൽ വെട്ടുകൊണ്ട് മുറിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇയാൾ ബിച്ചറി ചെയ്യുകയാണ് എന്നല്ലേ പറയാനൊക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ 4 പേരുടെ മാത്രമല്ല, അതിൽ കൂടുതൽ ആൾക്കാരുടെ ഡെഡ് ബോഡിയുടെ അംശങ്ങൾ അവിടെ നിന്ന് ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പം തന്നെ ഒരു വാച്ച് കിട്ടി ഇപ്പം ലേറ്റസ്റ്റായിട്ട്. മറ്റൊരു കാര്യം, ഇയാൾ അവിടുന്ന് നമുക്കൊരു കൊന്ത കിട്ടിയിട്ടുണ്ട്. അത് ജൈനമ്മയുടെ ആകാനുള്ള സാധ്യത വളരെ കൂടുതൽ. 2 സാരി കിട്ടിയിട്ടുണ്ട്, ഒരു ബാഗ് കിട്ടിയിട്ടുണ്ട്, അങ്ങനെ ചില വസ്ത്രങ്ങളുടെ അംശം കിട്ടിയിട്ടുണ്ട്. പിന്നെ അയാളുടെ വീടിനകത്ത് പല സ്ഥലത്തും മനുഷ്യരക്തം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം അവിടെ തന്നെയാണ് ഈ ഡിസ്പോസൽ എന്നാണ്. കാരണം അല്ലാതെ വേറെ ഒരു സ്ഥലത്തുണ്ടാകാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ ഇതിനകത്ത് ഇയാളുമായിട്ട് സ്ഥിരമായിട്ട് സഞ്ചരിച്ചിരുന്ന ഒരു ഓട്ടോക്കാരന് ഇയാളുടെ ഒപ്പം ഈ സ്ത്രീകളെ കൊണ്ടുവരുന്ന ആ ഓട്ടോയിലാണ് ഇയാൾ സഞ്ചരിക്കുന്ന സ്ത്രീകളുടെ ഒപ്പം. അയാളുടെ മരണം ഒരു ദുർമരണമാണ്. അതിനുശേഷം മറ്റൊരാളുണ്ടായിരുന്നു, അയാളും മരിച്ചിരിക്കുന്നു. അപ്പം സെബാസ്റ്റിനെതിരായിട്ട് എവിഡൻസ് കൊടുക്കാൻ സാധ്യതയുള്ള ആൾക്കാരെല്ലാം കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇത് വളരെ ഡീപ്പായിട്ട് പഠിക്കേണ്ടതാണ്. ഏതായാലും അതിലേക്കൊക്കെ ഷൗക്കത്തിനും മോഹൻകുമാറിനൊക്കെ ഗിരീഷ് സാരഥിക്കൊക്കെ വരാൻ കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇയാൾ 51 വയസ്സിന് ശേഷമുള്ള കൊലപാതകം മാത്രമേ ഇപ്പം വെളിയിലോട്ട് വന്നിട്ടുള്ളൂ. നമുക്കിപ്പോൾ അതല്ല ആവശ്യം. ഇയാളുടെ ചൈൽഡ്ഹുഡിലോട്ട് നമ്മൾ പ്രവേശിക്കണം. കാരണം ഇയാൾ എങ്ങനെയാണ് ഇയാളുടെ ഈ രീതിയിലുള്ള ഒരു വളർച്ച, ഒരു ക്രിമിനൽ സ്വഭാവം, ഒരു സ്പ്ലിറ്റിംഗ് കില്ലർ എന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്. ആരെ കിട്ടിയാലും കൊല്ലുന്ന ഒരു സ്വഭാവം, വാഞ്ചന ഇയാൾക്ക് എങ്ങനെ ഉണ്ട്, അത് ചെറുപ്പം മുതലേ കിട്ടിയതാണ്. അപ്പം അവിടുത്തെ നാട്ടിലുള്ള ചില ആൾക്കാരുമൊക്കെ ആയിട്ട് ബന്ധപ്പെടുമ്പോൾ ഇയാൾ ചെറുപ്പം മുതലേ നല്ല കള്ളം പറയുന്ന ആളാണ്. കള്ളത്തരം മാത്രമേ പറയുള്ളൂ. അതാണ് ഇയാളുടെ ബേസിക് ആയിട്ടുള്ള സ്വഭാവം. ഇയാൾ എവിടെയാണ് പഠിച്ചത്, അയാൾ എന്തേരം പഠിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള വിവരങ്ങൾ നമുക്ക് ധാരാളം ഇനി കിട്ടേണ്ടിയിരിക്കുന്നു. കാരണം ആ ഗ്രോത്തിൽ എവിടെയോ ഡിഫക്റ്റീവായിട്ടുള്ളൊരു ഗ്രോത്ത് വന്ന് അന്ന് മുതൽ മർഡർ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഏത് രീതിയിലാണ് ഇയാൾ ഇപ്പോൾ ഒരു പെർഫെക്ഷനിലായിട്ട് എത്തി, അയാളൊന്നും മിണ്ടൂല. കാരണം അയാൾക്കറിയാം അയാളിലേക്ക് അന്വേഷണം വരികയാണ്, അതുകൊണ്ട് അയാൾ മിണ്ടില്ല. കാരണം 68 വയസ്സുണ്ട്, കാല് രണ്ടും. നമുക്ക് തീർച്ചയായിട്ടും ശ്രീ ജോർജ്, ഞാൻ ആ ഒരു ബേസ് പോയിന്റ്, നമുക്ക് ആ ബേസ് പോയിന്റ് തന്നെ വളരെ പ്രധാനപ്പെട്ട. എന്താണ് കാരണം, എങ്ങനെയായിരുന്നു ഇങ്ങനെ ഒരു ഞെട്ടിക്കുന്ന ഒരു കില്ലറായി മാറാൻ അയാളെ ആ പ്രേരിപ്പിച്ചത് എന്താണ് എന്നുകൂടിയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. സെബാസ്റ്റ്യൻ്റെ അയൽവാസി കൂടിയായ TR ഹരിദാസ് നമുക്കൊപ്പം ചേരുന്നു. വളരെ ചെറുപ്പം തൊട്ട് തന്നെ സെബാസ്റ്റ്യൻ അറിയുന്ന ഒരാളാണ്. ശ്രീ TR ഹരിദാസ്, അങ്ങനെ ഒരു നാടകീയമായിട്ടുള്ള ഒരു ബാല്യകാലമാണോ? ഇങ്ങനെ പണത്തിന് വേണ്ടി മാത്രമാണോ സ്ത്രീകളുടെ സമ്പത്തും സ്വത്തും ജീവനുമെല്ലാം എടുക്കുക മാത്രമല്ല, ഈ രീതിയിൽ കത്തിച്ച് കൊലപ്പെടുത്തി, കത്തിച്ച് കുഴിച്ചിട്ട് ഇങ്ങനെ അത്യന്തം ക്രൂരത മാത്രമല്ല, ഈ തെളിവുകൾ പോലും ഇല്ലാതാക്കുന്ന ഒരു ക്രൂരമായിട്ടുള്ള ഒരു നീക്കം, ഇത് അയാളുടെ ചെറുപ്പത്തിലേ ഉള്ളതാണ്? അത്ര ഒരു നല്ല ബാല്യമല്ല. കേൾക്കാൻ കഴിയുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാൻ കഴിയുന്നുണ്ട്, പക്ഷെ താങ്കൾ കാണാൻ ക്ലിയർ ആയിട്ട് കഴിയുന്നില്ല. ഒന്ന് ക്യാമറയിലേക്ക് ഫേസ് ചെയ്താൽ നന്നായിരുന്നു.
ബാക്കിലേക്ക് ഇരുന്നുണ്ട്. ഇപ്പൊ കാണാൻ പറ്റുന്നില്ല. അല്ല, കുറച്ചുകൂടെ മുന്നിലേക്ക് ഇരുന്ന് പറഞ്ഞോളൂ. ആ ശരി, ആ പറഞ്ഞോളൂ, ശരി, കാണാൻ പറ്റുന്നുണ്ട്. പറഞ്ഞോളൂ. കാണാൻ പറ്റുന്നു. ഇയാളുടെ ബാല്യം അത്ര ഒരു നല്ല ബാല്യമല്ല എന്നുള്ളതാണ്. ഇയാളുടെ നല്ല ബാല്യത്തിന്റെ അയാളുടെ സ്വഭാവം തന്നെ വളരെ വ്യത്യസ്തമായ സ്വഭാവക്കാരനായിരുന്നു. അവരുടെ ബാല്യത്തിന്റെ വ്യത്യസ്ത സ്വഭാവം എന്നുള്ളതാണ്. കാര്യം എന്റെ ഒരു ബാച്ചിൽ പഠിച്ച കക്ഷി കൂടിയാണ്. എന്റെ അയൽവാസിയാണ്. അയാളൊരു സ്കൂളിൽ പോവുകയും വരികയും ചെയ്തൊരു കക്ഷിയാണ്. പക്ഷെ അയാളൊരു 10-15 വയസ്സ് കഴിഞ്ഞപ്പോൾ അയാളുടെ ക്രിമിനൽ മെന്റാലിറ്റി വളർന്നു എന്നുള്ള യാഥാർത്ഥ്യം. അയാളൊരു 17 വയസ്സുള്ളപ്പോഴാണ് ഇയാളുടെ കുടുംബ വീട് അയാളുടെ അപ്പന്റെ വീട്. അവിടെ സാധാരണ ഇയാളൊക്കെ എല്ലാവരും കയറി ഇറങ്ങുന്നതായിരുന്നു. ആ ഒരു 17 വയസ്സുള്ളപ്പോൾ ആ വീട്ടിലെ ചോറിനകത്ത് ഇയാള് എലിവിഷം കലക്കിയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അയാളുടെ ചിറ്റപ്പന്റെ 3 സഹോദരങ്ങൾ എലിവിഷം ചേർത്ത് ഭക്ഷണം കഴിച്ചിട്ട് അന്ന് പ്രശ്നങ്ങളുണ്ടായി. ഇന്നത്തെ പോലെ ഒരു അന്വേഷണത്തിനോ കേസോ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു. പിന്നീട് ഇത് അന്വേഷിച്ചാൽ ഇവർ സ്വാഭാവികമായിട്ടും ഡോക്ടേഴ്സ് പറഞ്ഞതിന്റെ എലിവിഷം ചെന്നിട്ടുള്ളതാണെന്ന് കണ്ടെത്തി. പക്ഷെ ഇവര് ബന്ധുക്കളായതുകൊണ്ട് അത് പരമാവധി കവർ ചെയ്തേ പോയിട്ടില്ല. പിന്നീട് അയാള് ബച്ചറാവ് തോറും അല്ല, ഞാനൊന്ന് ഇടപെട്ട് ചോദിക്കുന്നതിൽ ക്ഷമിക്കണം ശ്രീ ടി ആർ ഹരിദാസ്. അങ്ങനെ അത് ആ പ്രായം തൊട്ടേ അതെന്താണ് അതിന് കാരണം? അങ്ങനെ ഒരു കുടുംബമായിരുന്നു, അങ്ങനെ ഒരു കുടുംബ പശ്ചാത്തലമുണ്ടോ? എല്ലാ സമയത്തും കുടുംബ പശ്ചാത്തലത്തെ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഒരു സ്പെസിഫിക് ഇൻസിഡന്റ് ഉണ്ടോ അങ്ങനെ ഒരാളിലേക്ക് എത്താൻ? കുറച്ച് കഴിയുമ്പോൾ ഡോക്ടർ പറയുമായിരിക്കും കുറച്ചും കൂടെ അത് ക്ലിയർ ആയിട്ട്. എങ്കിലും കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാം, പറഞ്ഞോളൂ. അയാളുടെ ഫാദർ ഒരു പാവ മനുഷ്യനായിരുന്നുള്ള, അങ്ങനെ അയാളുടെ വീട്ടിൽ അങ്ങനെ ഒരു വലിയൊരു പശ്ചാത്തലം ഒന്നും പറയാൻ പറ്റത്തില്ല എന്നുള്ള. പക്ഷെ ഇവര് 6 മക്കളിൽ 3 ആൺമക്കളായിരുന്നു. അതിൽ ഇയാളുടെ ചേട്ടൻ ജോസ് എന്ന് പറയാനായിരുന്നു. പക്ഷെ അയാളിലും ഇതുപോലെ ക്രിമിനൽ മനോഭാവം ഉണ്ടായിരുന്നു. പക്ഷെ ഇത്ര ഒരു അഗ്രസീവായിട്ട് പ്രതികരിക്കുന്ന പിക് പോക്കറ്റിംഗ് ഒക്കെ തുടങ്ങിയിട്ട് നടന്നൊരു കക്ഷിയായിരുന്നു. പിന്നെ അയാൾക്ക് ഒരു അനിയനാണുള്ള. അനിയനിലും ഇത്തരം ചില വാസനകളുണ്ട്. എന്നാൽ ഇങ്ങനെ ഒരു വാസനയല്ല, ആൾക്കാരെ പറഞ്ഞ് പറ്റിക്കുക എന്നുള്ളതൊക്കെ ആയിരുന്നു. അയാൾ പിന്നെ സർവീസ് എക്സൈസിൽ കയറി. പക്ഷെ ഇയാള് വളരും തോറും ഇത്തരം ഒരു വാസനയിലേക്ക് പോകുക, ചെറിയ നാട്ടുമ്പുറം ചെറിയ മോഷണങ്ങള് അതുമായിട്ട് പോവുക. പിന്നെ ഇയാൾ വൈരാഗ്യം തോന്നിക്കഴിഞ്ഞാൽ അവരോടൊരു പ്രതികാര മനോഭാവത്തോടെ ഇനി വേണം ആ വീട്ടിൽ ചെന്ന് എന്തെങ്കിലും മോഷ്ടിച്ചിട്ട് പോരുന്നൊരു സ്വഭാവക്കാരനാണ് രാസവാസി. പിന്നീട് അയാള് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡ്രൈവിംഗ് പഠിച്ചു. ഡ്രൈവിംഗ് ശേഷം ഇവിടെ ലൈൻ ബസ്സിൽ തന്നെ ഡോർ ചെക്കറായി കയറി. പിന്നെ അയാൾക്കൊരു അംബാസിഡർ കാർ, അതിൻ്റെ വഴികൾ എന്താണെന്ന് അറിയില്ല, എവിടുന്ന് അതിന്റെ പണത്തിന്റെ സോഴ്സ് ഞങ്ങൾക്ക് അറിയില്ല. അംബാസിഡർ കാർ. അതിനുശേഷം ഇയാള് ഇവിടെ ചേർത്തലേക്ക് അടുത്ത് തണ്ണീർമുക്കം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരാളുടെ ഒരു മസ്ത വണ്ടി അയാളുടെ ഡ്രൈവറായിട്ട് വന്നതാണ്. പിന്നീട് ആ വണ്ടിയുടെ ഉടമ സൂയിസൈഡ് ചെയ്തിട്ടുണ്ട്. ഇയാളുടെ ഭാര്യയായിട്ട് എന്തോ ബന്ധങ്ങളുണ്ടായ അടിസ്ഥാനത്തിലാണ് അയാളെ സൂയിസൈഡ് ചെയ്യുന്നത്. പിന്നെ ആ വണ്ടി ഇയാളുടെ സ്വന്തം കുടുംബ പേരിലാക്കി, പാലക്കൽ എന്ന പേരിലാക്കിയിട്ട് ഇപ്പൊ ഞാൻ താമസിക്കുന്ന വീടിന്റെ വടക്കുറത്ത് റോഡുണ്ട്, ആ റോഡിലാണ് സ്ഥിരം കൊണ്ടുപോയിട്ടിരുന്നത്. പിന്നീട് അങ്ങനെ ഇയാൾ വളർന്നു പോവുകയായിരുന്നു. റിയൽ എസ്റ്റേറ്റ് കാര്യങ്ങളുമായിട്ട് അയാൾ പോയിക്കൊണ്ടിരുന്നു. പിന്നെ പഴയ വാഹനങ്ങള് ഇതെല്ലാം അയാൾ ബന്ധപ്പെട്ട് വാങ്ങിച്ചു. ശ്രീ ഹരിദാസ്, ഇത് മുഴുവൻ സ്ത്രീകളായതുകൊണ്ടാണ് അങ്ങനെ, അതായത് ഇയാളുടെ ഭാര്യ, ഇയാൾക്ക് അത്തരം ബന്ധങ്ങൾ, ആ സ്ത്രീകളോടുള്ള ഇയാളുടെ ഒരു ആറ്റിറ്റ്യൂഡ്, ഇതൊക്കെ ഈ തരത്തിൽ തന്നെയായിരുന്നോ? പിന്നെ സ്ത്രീകളുടെ കാര്യത്തിലാണ് സ്ത്രീകൾ പെട്ടെന്ന് ഇപ്പൊ ഞാൻ ഒരു അയൽവാസി എന്ന നിലയ്ക്ക് നമ്മൾ കാണാറുള്ളതാണ്. അയാളുടെ വീട്ടിലേക്ക് പറയുന്നത് എനിക്ക് തീർത്ത് കേൾക്കാൻ കഴിയുന്നില്ല, ഇടയ്ക്ക് കട്ടായി പോകുന്നുണ്ട്. സ്ത്രീകളുമായിട്ടൊക്കെ അയാൾ വളരെ സ്ത്രീ വിഷയത്തിൽ ഒരു വീക്കായ മനുഷ്യൻ എന്നെ പറയാം. അയാളുടെ വീട്ടിൽ പലപ്പോഴും സ്ത്രീകളെ കൊണ്ടുവരും. അയാളുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് ഞങ്ങൾ അയൽവാസികൾ എത്തി നോക്കാറില്ല. ഒരു വലിയ കോമ്പൗണ്ടിൽ വീട്, അയാളുടെ ഫാദർ മരിച്ചു, മദർ മരിച്ചു, പിന്നെ സിസ്റ്റേഴ്സൊക്കെ എല്ലാം മാരീഡായി, ചേട്ടൻ മരിച്ചു, അനിയൻ അബ്രോഡായി. അയാൾ സർവീസിലുള്ളപ്പോൾ തന്നെ ലോകത്തിൽ ഇവിടുത്തെ വിദേശത്ത് ഭാര്യയോടൊപ്പം പോവുകയാണ്. പിന്നെ അയാൾക്ക് മാത്രമായ ഒരു കേന്ദ്രമായിരുന്നുള്ള അവിടെ അയാൾ സ്ത്രീകളെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങള് പൊതുവെ ഞങ്ങൾക്ക് ഒരു ധാരണയുള്ളത് ഇയാൾ അവിടെ കൊണ്ടുവന്ന സ്ത്രീകളെ കൂട്ടിക്കൊടുക്കുന്ന ഒരാൾ കൂടിയായിരുന്നത്. ആ ഒരു കാലത്തായിരിക്കണം ഒരു പക്ഷെ ഈ ബിന്ദുവായിട്ട് പരിചയപ്പെട്ടുള്ള ബിന്ദുവിന്റെ വീട് സ്ഥലവും അത് അയാളുടെ ഒരു സംസ്ഥാനത്ത് നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളതാണ്. ഒരു വീട് പൊളിച്ച് ഫർണിച്ചറുള്ള അയാളുടെ വീടിന്റെ വാങ്ങിക്കൊണ്ട് ഇറക്കുമ്പോൾ ഞാൻ ചോദിച്ചു എവിടുന്നാന്ന് ചോദിച്ചപ്പോൾ എന്റെ അളിയൻ വീടെടുത്തു. ശ്രീ ടി ആർ ഹരിദാസ്, ഞാനൊന്ന് ഇടപെട്ട് ചോദിക്കട്ടെ. ആ പറഞ്ഞൊരു പോയിന്റ്, നമ്മൾ ഇയാളുടെ ഒരു സൈക്കോളജിക്കൽ വിഷയമൊക്കെ പറഞ്ഞു, താങ്കൾ അതിൻ്റെ ഇടയിൽ ഒരു പോയിന്റ് പറഞ്ഞുകൊണ്ടാണ് സ്ത്രീകളെ കൂട്ടിക്കൊടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അതായത് അങ്ങനെ ഒരു റാക്കറ്റിന്റെ ഭാഗമായിരുന്നു ഇയാൾ, അത്തരത്തിലൊരു റാക്കറ്റ് ഉണ്ടായിരുന്നു, അയാളുടെ വീട് കേന്ദ്രീകരിച്ച് അങ്ങനെ ഒരു റാക്കറ്റ് പ്രവർത്തിച്ചിരുന്നു ആ സമയത്ത്. അത് ഏത് കാലഘട്ടത്താണ് എന്ന് ഓർമ്മയുണ്ടോ? അയാള് ഒരു റാക്കറ്റ് എന്ന് പറയാനൊക്കെ ഇല്ല. അയാളൊരു ഒറ്റയ്ക്ക് ചെയ്യുന്നൊരു കാഴ്ചയാണ് സ്ത്രീകളോട് എത്തിച്ചു കൊടുക്കുക എന്നുള്ള. പലവരും പലരും അവിടെ എത്താറുണ്ട്, സ്ത്രീകളെ കൊണ്ടുപോയിട്ട് അയാള് ഒരു ദിവസം താമസിപ്പിക്കാറുണ്ട്. അപ്പൊ എനിക്ക് പരിചയമുള്ള ആൾക്കാരെ പോലും പലപ്പോഴും കാണാറുണ്ടെന്നുള്ള. അതായത് സ്ത്രീ വിഷയത്തിൽ താല്പര്യമുള്ളവരൊക്കെ അയാൾക്ക് അറിയാം. അതിൽ അവിടെ കൂട്ടിക്കൊടുക്കുന്നൊരു കക്ഷിയായിരുന്നു. അത് കാര്യത്തിൽ അയാൾ അങ്ങനെയൊക്കെ പണം ഉണ്ടാക്കിയതാണ്. അതിനുശേഷമാണ്
ഈ ബിന്ദുവായിട്ട് ബന്ധപ്പെട്ടുള്ളത്. അതായത് വേറെ ആൾക്കാരും വരുമായിരുന്നു അവിടെ അല്ലെ? മറ്റുള്ളവരും വരുമായിരുന്നു അവിടെ ഈ ആവശ്യങ്ങൾക്കായിട്ട്. വരുമായിരുന്നു അയാളുടെ ഫ്രണ്ട്സ്. ഇപ്പൊ നമുക്കറിയാനൊക്കെ ഇല്ലല്ലോ അവര് പിന്നെ എവിടെയൊക്കെ അയാളുടെ ഫ്രണ്ട്സ് എന്നുള്ളത്. നമുക്ക് പരിചയക്കാരൊന്നുമല്ല വരുന്നത് പലരും. ശരി, ശരി ടി ആർ ഹെദസ്, ഞാൻ തിരികെ എത്താം. ഡോക്ടർ മോഹൻ റോയ്, പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അത്. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ചർച്ചയുടെ തുടക്കം തൊട്ട് കയറുന്നതിന് മുന്നേ ചോദിച്ചത്. ഇതൊരു സൈക്കോ കില്ലർ എന്നുള്ള ഒരു ലേബൽ വരുമ്പോൾ ശ്രീ ജോർജ് ജോസഫ് പറഞ്ഞ അടക്കമുണ്ട്. ഈ 2006 തൊട്ട് 2024 വരെ പലതവണ ഉയർന്ന കേസുകളിലൊക്കെ പോലീസ് ഇടപെട്ട രീതി, ചില പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ, കറപ്റ്റഡ് ആയിട്ടുള്ളവർ, പണം വാങ്ങിച്ചിട്ടുള്ളവർ, ഇനി ഇത് മുഴുവൻ അങ്ങനെ ഒരു അട്ടിമറിയും നടന്നിട്ടില്ല പോലീസിൻ്റെ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ പോലും ഇപ്പോൾ ശ്രീ ടി ആർ ഹരിദാസ് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇയാൾ മറ്റ് പലരും ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഒറ്റയ്ക്ക് ഒരാൾക്ക് ഇത് ചെയ്യാൻ കഴിയുന്ന കാര്യമുള്ളൂ. എന്ത് സൈക്കോ കില്ലറാണെങ്കിലും ഈ രീതിയിൽ ഒരു സ്ത്രീയെ കൊന്ന് കത്തിച്ച് അത് കുഴിച്ചിട്ട് ഒരു സഹായമില്ലാതെ, അത് ഒരെണ്ണമാണെങ്കിൽ പോട്ടെ, നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക, വളരെ പ്ലാൻഡായിട്ട് ഈ തെളിവുകൾ മറയ്ക്കാനും അത് മായ്ച്ചു കളയാനും ഒക്കെ കഴിയുന്നത് ഒറ്റയ്ക്ക് ഒരാൾക്കൊണ്ട് സാധിക്കുമോ? പൊതുവേ നമ്മൾ ഈ സീരിയൽ കില്ലർ, സൈക്കോ കില്ലർ എന്ന് പറയുമ്പോൾ സീരിയൽ കില്ലിംഗ് എന്നുള്ള ഒരു ഡെഫിനിഷൻ തന്നെ യഥാർത്ഥത്തിലുണ്ട്. ഇത് അമേരിക്കയിലാണ് ഈ ഒരു കോൺസെപ്റ്റ് വരുന്നത്. അപ്പം FBI ഒക്കെ പറയുന്നത് ചില ഡെഫിനേഷനിൽ അത് 2ആണ്, ചിലതിൽ 3ആണ്. 3 പേരെ കൊല്ലുന്നത്. അതൊരു 1 മാസത്തെ ഇടവേളകളിൽ വെച്ച് ഒരു കൂളിംഗ് ഓഫ് പീരീഡൊക്കെ വെച്ച് ആൾക്കാരെ കൊല്ലുന്നതാണ്. ഈ സീരിയൽ കില്ലേഴ്സ് പല രീതിയിലുണ്ട്. ഇപ്പോൾ ചിലവർ ഇപ്പോൾ ഒരു ദർശനം ലഭിച്ചതിൻ്റെ ഭാഗമായി ഇപ്പോൾ ദൈവം കൊല്ലാൻ പറഞ്ഞു, ചെകുത്താൻ കൊല്ലാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അത്തരം ആൾക്കാർ കൊല്ലുന്നത്. 2, അവരുടെ ഒരു ജീവിത നിയോഗം ആണിതെന്ന് വിചാരിക്കും. അപ്പോൾ ചില പ്രത്യേക കാറ്റഗറി ആൾക്കാരെ, ഉദാഹരണം ലൈംഗിക തൊഴിലാളിയൊക്കെ കൊല്ലുന്ന ചില സീരിയൽ കില്ലേഴ്സ് ഉണ്ട്. പിന്നെ ഒരു സുഖത്തിന് വേണ്ടി കൊല്ലുന്ന ചില ആൾക്കാർ. ഇത് പലതരത്തിലുള്ള ഒരു സുഖത്തിന് വേണ്ടിയാണ്. ചില ഒരു ലൈംഗികമായ സുഖത്തിന് വേണ്ടി. ചിലപ്പോൾ ചില സീരിയൽ കില്ലേഴ്സിൻ്റെയൊക്കെ അവർ അവസാനം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം ഈ ആൾക്കാരെ കൊല്ലുമ്പോൾ അവർക്ക് രതിമൂർച്ച സംഭവിക്കുന്നതായിട്ടൊക്കെയുള്ള കാര്യങ്ങൾ പറയാറുണ്ട്. പിന്നെ ഇവർക്കൊരു സന്തോഷം കിട്ടുന്ന രീതിയിൽ കൊല്ലുന്ന ആൾക്കാർ. പിന്നെ അധികാരമോ നിയന്ത്രണമോ എടുക്കാൻ വേണ്ടി, ഇപ്പോൾ അവരും ലൈംഗികമായ ആൾക്കാരെ ഉപദ്രവിക്കുമെങ്കിലും അത് ഇരയുടെ പുറത്തുള്ളൊരു ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റോബർട്ട് സൈമൺ എന്ന് പറയുന്ന ഒരാളുടെ അമേരിക്കയിലെ ജയിലുകളിലുള്ള കുറ്റവാളികളുടെ സീരിയൽ കില്ലേഴ്സിൻ്റെയൊക്കെ മനോനില വിശകലനം നടത്തിയുള്ള റോബർട്ട് സൈമൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു പുസ്തകമുണ്ട്. അദ്ദേഹം ഡോക്ടറാണ്, സൈക്യാട്രിസ്റ്റാണ്, ഫോറൻസിക് സൈക്യാട്രിസ്റ്റാണ്. അതിൻ്റെ ടൈറ്റിൽ തന്നെ ഇങ്ങനെ, ബാഡ് മെൻ ഡു വാട്ട് ഗുഡ് മെൻ ഡ്രീം എന്ന. ആ പുസ്തകത്തിൽ വളരെ വ്യക്തമായി അദ്ദേഹത്തിലുള്ള ആൾക്കാരുടെ പാറ്റേണുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ഈ കാണുന്നത്, ഇപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു 51ാമത്തെ വയസ്സ് തൊട്ടാണ് ഇദ്ദേഹം ഈ ഒരു ആൾക്കാരെ കൊല്ലുന്നത് തുടങ്ങിയിരിക്കുന്നതെന്നാണ് പോലീസിൻ്റെ ഇപ്പോൾ പറയുന്ന റിപ്പോർട്ട്. പക്ഷേ ഇപ്പോൾ നമ്മുടെ അവിടെ അടുത്തുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് പറയുന്നതനുസരിച്ച് ഒരു വാഹനവുമായി ബന്ധപ്പെട്ട് ഒരു വാഹന ഉടമ ആത്മഹത്യ ചെയ്തതിന് ശേഷം, ആത്മഹത്യ എന്നാണ് പറയുന്നത്, ഇദ്ദേഹത്തിന് വണ്ടി ലഭിച്ചതായിട്ടൊക്കെ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു വ്യക്തി യഥാർത്ഥത്തിൽ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഒരു 51 വയസ്സ് വരെ ഒരു പ്രശ്നവുമില്ലായിരുന്ന ഒരാൾ 51ാം വയസ്സിലൊരു സുപ്രഭാതത്തിൽ കയറി ഒരു സീരിയൽ കില്ലർ ആകുമെന്ന് വെച്ചാൽ അങ്ങനെയൊന്നും സാധാരണ സംഭവിക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇദ്ദേഹത്തിൻ്റെ മുൻകാലം പരിശോധിക്കേണ്ടത്. മുൻകാലത്തെക്കുറിച്ച് അദ്ദേഹം ഇപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഈ 17 വയസ്സായപ്പോൾ തന്നെ ചോറിൽ വിഷം കലർത്തിയിരുന്നു. അത് ഭാഗ്യവശാൽ കുറച്ച് പേർ രക്ഷപ്പെടുന്നത്. അവിടെ ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ അമർജിത് സദ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ഈ അമർജിത് സദ യഥാർത്ഥത്തിൽ ഇപ്പോഴും ചിലപ്പോൾ ഇപ്പോൾ തിരുവനന്തപുരത്തുണ്ടായിരിക്കും, നമുക്കറിയില്ല. അമർജിത് സദ 2007 7 വയസ്സിൽ ആദ്യമായി ഒരു കുഞ്ഞിനെ കൊന്ന വ്യക്തിയെന്ന് പറയാൻ പറ്റില്ല. അയക്കുന്ന 7 വയസ്സേ പ്രായമുള്ളൂ. അതിനുശേഷം തുടർന്ന് 2-3 വർഷങ്ങൾ കൊണ്ട് 3 പേരെ കൊല്ലുകയും അദ്ദേഹത്തെ മനോനില പരിശോധിക്കാൻ വേണ്ടി, അദ്ദേഹം ഇപ്പോൾ 18 വയസ്സിൽ താഴെയായിരുന്നപ്പോൾ മനോനില പരിശോധിക്കുകയും അന്ന് ഇദ്ദേഹത്തിനൊരു സ്വഭാവ വൈകല്യം, കോണ്ടക്ട് ഡിസോർഡർ എന്ന ഒരു പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കുകയും അതുകൊണ്ട് തന്നെ ആ കുറഞ്ഞ ശിക്ഷ എന്ന കാലയളവിലേക്ക് പോവുകയും 18 വയസ്സ് അതിനുശേഷം ആ കാലാവധിക്ക് ശേഷം അദ്ദേഹത്തെ മോചിപ്പിക്കുകയും ഇന്ത്യയിൽ എവിടെയോ ചിലപ്പോൾ ഈ നഗരത്തിൽ തന്നെ ഈ അമർജിത് സദ എന്ന് പറയുന്ന വ്യക്തിയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്, നമ്മുടെ ഇടയിലുള്ള ഇവരെ നമ്മൾ തിരിച്ചറിയാൻ പരാജയപ്പെടുന്നു, തിരിച്ചറിയാൻ വൈകുന്നു. ഇപ്പോൾ ഇദ്ദേഹം നടത്തിയെന്ന് പറയപ്പെടുന്ന 3 കുറ്റകൃത്യങ്ങളുടെ ഒരു പാറ്റേൺ വളരെ വ്യക്തമാണ്. ദൗർബല്യമായ അവസ്ഥയിൽ ജീവിക്കുന്ന, അവർക്ക് പണക്കാരായിരുന്നു, അവർക്ക് മറ്റ് ബന്ധുക്കളൊന്നുമില്ല. നോക്കൂ, ഒരാളുടെ കാര്യത്തിലാണെങ്കിൽ 2006 സംഭവിച്ച മിസ്സിംഗ് ആയ ഒരാളുടെ ഒരു കേസ് പോലും വരുന്നത് 10 വർഷത്തിന് ശേഷം. പക്ഷേ നമ്മുടെ സംവിധാനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, നോക്കൂ, ഒരു സിസ്റ്റത്തിൽ നിന്നും ഒരു വ്യക്തി അങ്ങ് അപ്രത്യക്ഷനായി കഴിഞ്ഞാൽ
പിന്നെ അയാളെക്കുറിച്ച് എന്ത് പരിശോധനയാണ് നമ്മുടെ സംവിധാനങ്ങൾ നടത്തേണ്ടതെന്ന്, അത് ജോർജ് ജോസഫ് സാറ് പറഞ്ഞ പോലെ മറ്റെന്തെങ്കിലും സ്വാധീനങ്ങൾ അതിൻ്റെ പുറത്തുണ്ടായിരുന്നതൊക്കെ നമുക്ക് പിന്നെ ചർച്ച ചെയ്യേണ്ടതാണ്. ഉണ്ടെങ്കിൽ അതും പ്രശ്നം തന്നെ. പക്ഷേ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വ്യക്തി പെട്ടെന്ന് അപ്രത്യക്ഷനായി കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ സംവിധാനങ്ങൾ ചെയ്യേണ്ടതെന്നും എന്താണ് നമ്മുടെ സംവിധാനങ്ങൾ ചെയ്തത് എന്നും ആലോചിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യത്തിൽ നമുക്ക് ഒരു വ്യക്തി അപ്രത്യക്ഷമാവുന്നു, അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സ്വത്ത് മറച്ചു വയ്ക്കാൻ ഒരാൾ ശ്രമിക്കുക, അതിലൊന്നും വലിയ അന്വേഷണം വരുന്നില്ലെന്ന് വെച്ചാൽ നമ്മളെന്താ കരുതേണ്ടത്? അതോടൊപ്പം തന്നെയാണ് ഇദ്ദേഹത്തിന് മറ്റ് അല്ല, അത് ഞാൻ ഡോക്ടറെ ഞാൻ ഇടപെട്ടത്, അതായത് അതൊരു പ്രത്യേക ഒരു കാറ്റഗറിയാണ്. ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകൾ, അങ്ങനെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള സ്ത്രീകൾ, അങ്ങനെ ഒരു ഷെൽട്ടർ വേണമെന്ന് തോന്നുന്ന സ്ത്രീകളെ തെരഞ്ഞു പിടിച്ച്, അത് ഒറ്റയ്ക്ക് ഒരാൾക്കത് നടക്കുന്ന കാര്യമാണോ? ഇത് വലിയ തുകകളൊക്കെ ബാങ്കിലുണ്ടായിരുന്നു, ഇതൊക്കെ ബെനാമി അക്കൗണ്ടുകളിൽ കൂടിയാണ് ചെലവിട്ടത്. ഒരു കൃത്യമായിട്ടുള്ള ഒരു സംഘം ഇതിന് പിറകിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുമില്ലേ? അല്ല, ഒരു സംഘമാണ് എന്നുണ്ടെങ്കിൽ ആ സംഘത്തിൽ ഉള്ള ആൾക്കാർ ഇദ്ദേഹത്തിന് ഇരകളെ കൊടുക്കുകയോ അല്ലെങ്കിൽ ഇപ്പം സ്വത്ത് പാകം വയ്ക്കുന്നതിലോ വീതം വയ്ക്കുന്നതിലോ ഒക്കെ പ്രശ്നങ്ങളുണ്ടാവുകയോ അങ്ങനെയൊക്കെ ഉണ്ടാവാൻ സാധിക്കും. ഞാൻ മനസ്സിലാക്കേണ്ടത് ഇദ്ദേഹത്തിൻ്റെ 2 ബാങ്ക് അക്കൗണ്ടുകളിൽ തന്നെ ഏകദേശം ഒരു 1.5 കോടി രൂപയോളമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഒരു വളർച്ച ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാലും അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലത്തിൽ നിന്നും ഒരു ഡ്രൈവിങ്ങിന് ഇദ്ദേഹം ഡ്രൈവറായി ജോലി ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. നോക്കൂ, ഇദ്ദേഹം ഡ്രൈവറായി ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇദ്ദേഹത്തിൻ്റെ പുറത്ത് കേസുകളുണ്ടായി. കാരണം ഇത്രത്തോളം ഒരു വ്യക്തിത്വ വൈകല്യം അല്ലെങ്കിൽ മാനസിക വൈകല്യമുള്ള ഒരാൾക്ക് ഒരിക്കലും ഒരു വാഹനമൊന്നും നേരെ ചൊവ്വേ ഓടിക്കാൻ സാധിക്കില്ല. നമ്മൾ കാണുന്നുണ്ടല്ലോ, നമ്മൾ തന്നെ റോഡിലിറങ്ങുമ്പോൾ ചില ആൾക്കാർ നമ്മളെ, ഇപ്പം എനിക്ക് തന്നെ വ്യക്തിപരമായി ഇന്നലെ ഉണ്ടായ അനുഭവം, ഞാനൊരു വാഹനം വളച്ചെടുക്കാൻ ശ്രമിച്ചപ്പോൾ എൻ്റെ മുന്നിൽ വന്ന് നിർത്തിയ ഒരു KSRTC അദ്ദേഹം വഴിയുടെ ഒരു പകുതി ഭാഗത്തുനിന്ന് ക്രോസ് ചെയ്തിട്ട് എന്താണ് ഇതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് നിൻ്റെ കാര്യം ഇപ്പോൾ തീരുമാനമായനെ. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഉണ്ട്. ഇന്നലെ എനിക്ക് സംഭവിച്ച വ്യക്തിപരമായ അനുഭവം ഞാൻ, അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇത്തരം ആൾക്കാരെ ഫലപ്രദമായി ഉപയോഗിക്കുന്ന ഒരു ക്രിമിനൽ ഗ്യാങ് ആണോ, അതോ ഇദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന വ്യക്തിത്വ വൈകല്യം കൊണ്ടോ അല്ലെങ്കിൽ നാം ഈ പറയുന്ന പ്രശ്നം കൊണ്ടോ കൃത്യമായി മറച്ചു പിടിക്കാൻ ഇദ്ദേഹത്തിന് സാധിച്ചിരുന്നു എന്നുള്ളതാണ്. അവിടെ നമ്മുടെ സംവിധാനങ്ങളുടെ ഒരു താല്പര്യക്കുറവുമുണ്ട്. കാരണം ഇത്തരത്തിൽ ചെന്ന് കഴിയുമ്പോൾ, ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് കഴിയുമ്പോൾ എനിക്കൊന്നും അറിയില്ലെന്നോ എനിക്കൊന്നും സംഭവിക്കുന്നില്ലെന്നോ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പ്രാഥമികമായി നമ്മുടെ സംവിധാനം വിശ്വസിക്കുകയാണോ, അവരുടെ പുറത്തുള്ള തുടരന്വേഷണം ഉൾപ്പെടെ നടത്തുന്നില്ല എന്നുള്ള വലിയൊരു പ്രശ്നവുമുണ്ട്. അപ്പം എന്ത് തന്നെയാണേലും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വീടും പരിസരവും തന്നെ വളരെ നമുക്കറിയാം, അതിൻ്റെ ഒരു പാറ്റേണൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ കുളത്തിലൊക്കെ ഈ മാംസം തിന്നുന്ന മീനുകളുമൊക്കെ ഉള്ളതെന്ന് പറഞ്ഞ് ഞാനൊന്ന് ചോദിക്കട്ടെ, ഒരു 2-2.5 ഏക്കർ പറമ്പ് കേരളം പോലുള്ള സ്ഥലത്ത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കട്ടെ, സാമൂഹികമായി ഇത്രത്തോളം ഇഴയെടുപ്പമൊക്കെ ഉണ്ട്, അതും കുറച്ചുകൂടി ആൾക്കാർ തിങ്ങി നിറഞ്ഞ് താമസിക്കുന്ന ഒരു സ്ഥലവുമാണെന്ന് പറയുന്നിടത്ത് ഒരു 2.5 ഏക്കർ പറമ്പ് ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നു. അവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നു. ഇപ്പോൾ തന്നെ പലയിടത്തും പറമ്പ് കാട് പിടിച്ച് കിടന്നു കഴിഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനവുമായി ബന്ധപ്പെട്ടത് ക്ലീൻ ചെയ്യാനുള്ള സ്റ്റെപ്പെങ്കിലും നാട്ടുകാരെടുക്കാറുണ്ട്. ഇതൊന്നും നാട്ടുകാരെടുക്കാതെ ഇദ്ദേഹം ഇങ്ങനെ തികച്ചും ഒറ്റപ്പെട്ട ഒരാളായി ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തെ ഇങ്ങനെ ജീവിക്കാൻ വിട്ട സമൂഹവും സംവിധാനവും ഒപ്പം കുറ്റവാളികളാണ്. യഥാർത്ഥത്തിൽ നമ്മളോട് തന്നെ ചോദിക്കേണ്ടതാണ്, നമ്മൾ എന്തു ചെയ്യുകയായിരുന്നു എന്നുള്ളത്. ആദ്യത്തെ കേസിൽ പോലീസ് അന്വേഷിക്കുന്നതിൽ അനാസ്ഥ ഉണ്ടായിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് പിന്നെ അറിയാമായിരിക്കും. അങ്ങനെ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് അനാസ്ഥ ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കണം. പക്ഷേ അതോടൊപ്പം തന്നെ സമൂഹം എന്ന രീതിയിൽ നാം ഇയാളെ സംരക്ഷിച്ച് പിടിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ഇയാൾക്കെതിരെ ഒരു ചെറുവിൽ നനക്കില്ല എന്ന് നമുക്ക് ശരി. തീർച്ചയായിട്ടും ഇനിയും അന്വേഷണം നടക്കുകയാണ്. ഇത് ഈ 4-ൽ നിൽക്കുമോ, അതിൽ കൂടുമോ? കൂടുതൽ ഈ കാണാതായ സ്ത്രീകൾ സംബന്ധിച്ചുള്ള പരാതികളൊക്കെ വീണ്ടും വീണ്ടും പരിശോധിച്ചുകൊണ്ടേയിരിക്കുകയാണ് അന്വേഷണ സംഘം. തിരികെ എത്താം അതിഥികൾ, തുടരുക ചെറിയ ഇടവേള. Looking stylish, guys. For every style, there is a Celerio.